അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യ മേഖലയാണ് ഇന്ത്യൻ റിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ വ്യക്തമായിട്ട് എന്തായാലും ഇന്ത്യൻ റിവേഴ്സ് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്കറിയാം ഇന്ത്യൻ റിവർ സിസ്റ്റത്തെ മെയിനായിട്ടും ഇന്ത്യയിൽ ആ റിവർ ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഉത്ഭവത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യൻ നദികളെ ഡിവൈഡ് ചെയ്യുന്നത് ഹിമാലയൻ നദികളെന്നും ഉപദ്വീപ്യൻ നദികളെന്നുമാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ നദികളെ നമ്മൾ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ഹിമാലയൻ നദി, മറ്റൊന്നെന്ന് പറയുന്നത് ഉപദ്വീപ്യൻ നദി. ഇങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ റിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് മെയിനായിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഹിമാലയൻ പാർട്ടിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകി വരുന്ന നദികളെയാണ് നമ്മൾ ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ പെനിൻസുലാറിൽ നിന്ന്, നമ്മുടെ ഉപദ്വീപിൽ നിന്ന് ഉത്ഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്ലാറ്റ്യൂ, നമ്മുടെ ഉപദ്വീപ്യ പീഠഭൂമിയിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന നദികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉപദ്വീപ്യൻ നദികൾ എന്ന് നമ്മൾ മെയിനായിട്ടും പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു നദികളുടെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ളതും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതും ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ നദികൾ നമ്മൾ പ്രധാനമായിട്ടും ഹിമാലയൻ റിവേഴ്സ് എന്നും അതുപോലെ തന്നെ ഉപദ്വീപ്യൻ നദികൾ എന്നുമാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് പെറിനിയൽ റിവേഴ്സും മറ്റൊന്ന് നോൺ പെറിനിയൽ റിവേഴ്സും. പെറിനിയൽ റിവേഴ്സും നോൺ പെറിനിയൽ റിവേഴ്സും ഇങ്ങനെയും നമുക്ക് ഇന്ത്യൻ റിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ റിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന മറ്റൊരു രീതിയാണ് ഞാൻ പറഞ്ഞത് പെറിനിയൽ റിവേഴ്സും നോൺ പെറിനിയൽ റിവേഴ്സും. ഓക്കെ, പെറിനിയൽ എന്ന് പറയുമ്പോഴേക്കും വറ്റാത്ത നദികൾ എന്നാണ്. പെറിനിയൽ റിവേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അതിനെ പറയുന്നത് വെള്ളത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒഴുക്കിന്റെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും നമ്മൾ എന്തെന്ന് പറയുന്നത് പെറിനിയൽ റിവേഴ്സ് എന്നും നോൺ പെറിനിയൽ റിവേഴ്സ് എന്നും പറയുന്നത്. നമ്മുടെ ഈ നദികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഹിമാലയൻ നദികളിൽ എപ്പോഴും വെള്ളം കാണും. എപ്പോഴും വെള്ളം കാണാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഒന്നീ മഴയായിരിക്കും അല്ലെങ്കിൽ ചൂടായിരിക്കും. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാലാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രധാനപ്പെട്ട കാലാവസ്ഥയിൽ മഴ സമയത്ത് എപ്പോഴും മഴ വഴി നമുക്ക് വെള്ളം ലഭിക്കും. ഇനി ചൂടുള്ള സമയത്താണെങ്കിൽ എന്ത് സംഭവിക്കും? ചൂടുള്ള സമയമാകുമ്പോഴേക്കും നമ്മുടെ ഈ നമ്മുടെ മലകളും ഹിമാലയസിലെ മഞ്ഞൊക്കെ ഉരുകി അതുവഴി നമുക്ക് വെള്ളം ലഭിക്കും. അതാണ് നമ്മൾ എന്ത് പറയുന്നത് എപ്പോഴും വെള്ളം കാണുമെന്ന് നമ്മൾ ഹിമാലയൻ റിവേഴ്സിൽ പറയുന്നത്. പക്ഷേ നമ്മുടെ പെനിൻസുലാർ റിവേഴ്സിലേക്ക് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ താഴോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഉപദ്വീപിൽ വരുന്ന റിവേഴ്സിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കാര്യം മനസ്സിലാവും. അവിടെ മഴ സമയത്ത് മാത്രമേ നമുക്ക് കൂടുതൽ വെള്ളം ലഭിക്കുകയുള്ളൂ. ചൂട് സമയമാകുമ്പോൾ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. അതാണ് നമ്മുടെ ഈ ഇന്ത്യൻ റിവേഴ്സിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ റിവേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. ഹിമാലയൻ റിവേഴ്സ് ആണെങ്കിൽ എപ്പോഴും വെള്ളം കാണും. മഴ സമയമായാലും വേനൽക്കാലമായാലും എല്ലാ കാലാവസ്ഥയിലും നമുക്ക് വെള്ളം കിട്ടുന്നതാണ് നമ്മുടെ ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. മഴ സമയത്ത് മാത്രമേ അവിടെ കൂടെ കൂടുതൽ വെള്ളം ലഭിക്കുകയുള്ളൂ. ചൂട് സമയത്ത് നമുക്ക് ഇവിടെ വെള്ളം കിട്ടുന്നത് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പെറിനിയൽ റിവേഴ്സിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഗംഗയും ബ്രഹ്മപുത്രയും അതുപോലെ ഇൻഡസും. നമ്മുടെ പെറിനിയൽ റിവേഴ്സിന് എക്സാമ്പിൾ ആണ് ബ്രഹ്മപുത്ര, ഗംഗ, അതുപോലെ തന്നെ ഇൻഡസ്. ഇനി നോൺ പെറിനിയൽ റിവേഴ്സിനാണ് നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഈ നദികളെല്ലാം പെടുന്നത് നോൺ പെറിനിയൽ റിവേഴ്സ് ആണ്. നോൺ പെറിനിയൽ റിവേഴ്സ്. ഓക്കെ, ഇതാണ് മറ്റൊരു രീതിയിൽ നമുക്ക് ഇന്ത്യൻ റിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനിയും നമുക്ക് വേറൊരു രീതിയിൽ കൂടെ നമ്മുടെ ഇന്ത്യൻ നദികളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമുക്കറിയാവുന്ന ഒരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സും ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സും. വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സും ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സും. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു വശം വെസ്റ്റേൺ സൈഡിൽ വരുന്നത് അറേബ്യൻ സീ ആണ്. ഈസ്റ്റേൺ സൈഡിൽ വരുന്നത് ബേ ഓഫ് ബംഗാൾ ആണ്. ഇതിങ്ങനെയാണ് നമ്മുടെ രണ്ട് സൈഡിൽ, ഇന്ത്യയുടെ രണ്ട് സൈഡിലുമുള്ള കടലുകൾ എന്ന് പറയുന്നത്. ഒന്ന് അറേബ്യൻ സീ വെസ്റ്റ് സൈഡിൽ, ഈസ്റ്റേൺ സൈഡിൽ ബേ ഓഫ് ബംഗാൾ ആണ്. ഓക്കെ, നമ്മൾ തീരപ്രദേശമൊക്കെ പഠിച്ചപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ആ അറേബ്യൻ സീയിലേക്ക് ഒഴുകി ചേരുന്ന നദികളാണ് ഏതൊക്കെ? നമ്മുടെ ഇൻഡസ്, നർമ്മദ, താപ്തി. ഓക്കെ, നമ്മുടെ ഇൻഡസ്, നർമ്മദ, താപ്തി. ഇൻഡസും നർമ്മദയും താപ്തിയും ഒക്കെ ഒഴുകുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ അറേബ്യൻ സീയിലോട്ടാണ്. എന്നാൽ നമ്മുടെ ബ്രഹ്മപുത്രയായാലും ഗംഗയായാലും അതുപോലെ മഹാനദി ആയാലും ഗോദാവരി, കൃഷ്ണ, കാവേരി, ഈ നദികളെല്ലാം ഉത്ഭവിച്ച് എവിടെ ചെന്നാണ് പതിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബേ ഓഫ് ബംഗാളിലാണ്. ഓക്കെ, അപ്പോൾ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്നും ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്നും വീണ്ടും നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? നമ്മുടെ ഇന്ത്യൻ റിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ റിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന മറ്റൊരു രീതിയാണ് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്നും ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്നും. വെസ്റ്റിലോട്ട് പോകുന്ന നദികളാണ് ഇൻഡസ്, അതുപോലെ നർമ്മദ, താപ്തി ഇവയൊക്കെ. അതുപോലെ ഈസ്റ്റേൺ സൈഡിലോട്ട് ബേ ഓഫ് ബംഗാളിൽ ചെന്ന് പതിക്കുന്ന നദികളാണ് ബ്രഹ്മപുത്രയും ഗംഗയും മഹാനദിയും ഗോദാവരിയും കൃഷ്ണ, കാവേരി ഇവയൊക്കെ. ഓക്കെ,
ഇങ്ങനെയും നമുക്ക് എങ്ങനെ ഈ ഇന്ത്യൻ റിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ ഏകദേശം നമ്മുടെ ഇന്ത്യയിലുള്ള മുഴുവൻ വെള്ളത്തിന്റെയും 77% ഡ്രെയിനേജും ചെന്ന് ചേരുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. ഓക്കെ, ബേ ഓഫ് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം ചെന്ന് ഇന്ത്യയിൽ നിന്ന് എത്തുന്നത്. 77% വെള്ളം എത്തുന്നത് എവിടെയാണ്? നമ്മുടെ ബേ ഓഫ് ബംഗാളിലാണ്. 23% മാത്രമാണ് അറേബ്യൻ സീയിൽ പതിക്കുന്നത്. 23% മാത്രമാണ് അറേബ്യൻ സീയിൽ ചെന്ന് പതിക്കുന്നത്. ഏകദേശം 77% നദികളും ചെന്ന് ഉത്ഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബേ ഓഫ് ബംഗാളിലാണ്. ബേ ഓഫ് ബംഗാളിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം, നമ്മുടെ ഇന്ത്യയുടെ റിവർ സിസ്റ്റം അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ ഏകദേശം 77% വെള്ളവും ചെന്ന് പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. എന്നാൽ 23% വാട്ടർ ഡ്രെയിനേജ് ആണ് എങ്ങോട്ട് പോകുന്നത്? നമ്മുടെ അറേബ്യൻ സീയിലോട്ട് പോകുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. നമ്മൾ ഇനി ഇതിലെ മെയിൻ പാർട്ടിലോട്ട് കിടക്കുകയാണ്. നമ്മൾ ഇനി ഇതിൽ ഉപദ്വീപ്യൻ നദികളെ കുറിച്ചാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഉപദ്വീപ്യൻ നദികളിൽ പെടുന്നവയാണ് നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഉപദ്വീപ്യൻ നദികൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഉപദ്വീപ്യ നദികളിലെ കുറച്ച് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഉപദ്വീപ്യ നദികളുടെ ചില പ്രത്യേകതകൾ നമ്മൾ ഓർത്തു വെച്ചിരിക്കണം. ഒന്നെന്ന് പറയുന്നത് ഉപദ്വീപ്യ നദികളുടെ എല്ലാം ഒരു ഉത്ഭവം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉപദ്വീപ്യ നദികളുടെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പീഠഭൂമിയിലുള്ള പല മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നമ്മൾ ഹിമാലയൻ നദികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹിമാലയൻ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് ഹിമാലയ പർവ്വതങ്ങളിൽ നിന്നാണ്. പക്ഷേ നമ്മുടെ ഉപദ്വീപ്യ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് ഇന്ത്യൻ പീഠഭൂമിയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപ്യ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്നാണ്. പ്രധാനമായിട്ടും ഉപദ്വീപ്യ നദികളായ നർമ്മദ, മഹാനദി, ഗോദാവരി ഇവയൊക്കെ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്നാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു കാച്ച്മെന്റ് ഏരിയ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വൃഷ്ടി പ്രദേശം, അതായത് നമ്മൾ നമ്മുടെ പെൻസിലറൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ഹിമാലയൊക്കെ ഫോം ചെയ്തത് ഒരുപാട് പ്ലാക്ക് ടെക്ടോണിക് തിയറി ഒക്കെ വെച്ചാണ് നമ്മൾ പറഞ്ഞു. ഇപ്പോഴും അവിടെ ഹിറ്റിംഗ് നടക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ഇപ്പോഴും മലകൾ ഇപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹിമാലയൻ നദികളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവയുടെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ഫ്ലോ ആയിരിക്കത്തില്ല. അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു നദിയുടെ പാത്ത് ആയിരിക്കില്ല നമ്മളൊരു 10 വർഷം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു പാത്ത് എന്ന് പറയുന്നത്. അതായത് അതിന്റെ പാത്തിന് പലപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു, ഷിഫ്റ്റിംഗ് ഓഫ് പ്ലെയിൻസ് ഒക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന്. ഓക്കെ, പക്ഷേ നമ്മുടെ ഈ ഒരു ഉപദ്വീപ്യ നദി നമ്മൾ എടുക്കുമ്പോഴേക്കും ഉപദ്വീപ്യ നദികളുടെ കാച്ച്മെന്റ് ഏരിയ അല്ലെങ്കിൽ അതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് വളരെ കുറവാണ്. വെൻ കമ്പയർഡ് ടു ദി ബ്രഹ്മപുത്ര ആയാലും അതുപോലെ ഗംഗയായാലും ഇൻഡസ് ഒക്കെ ആയിട്ട് നമ്മൾ അതിന്റെ ഒരു കാച്ച്മെന്റ് ഏരിയ ശ്രദ്ധിക്കുമ്പോഴേക്കും കൂടുതൽ ഏരിയ ഉള്ളത് കുറച്ച് ഏരിയ ഉള്ളത് ആർക്കാണ്? നമ്മുടെ ഈ പീഠഭൂമിയിലെ നദികൾക്കാണ് കുറച്ച് കാച്ച്മെന്റ് ഏരിയ ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു നർമ്മദയും മഹാനദി, ഗോദാവരി ഈ നദികളുടെയൊക്കെ ശ്രദ്ധ നമ്മൾ എടുക്കുമ്പോഴേക്കും ഇവിടെ എന്നും സോയിൽ ഇറോഷന്റെ അളവും വളരെ കുറവാണ്. പക്ഷേ ഹിമാലയൻ നദികളിൽ അങ്ങനെയല്ല, സോയിൽ ഇറോഷന്റെ അളവ് വളരെ കൂടുതലാണ്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ബാബറും ഖാദറിന്റെയും കാര്യം, ആ സോയിലിന്റെ ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു. ഏറ്റവും മുകളിൽ നിന്നുള്ള കല്ല് ഉരുണ്ട് താഴെ വരുന്നു. അങ്ങനെയെല്ലാം അവിടെ വീണ്ടും ആ ഒരു കല്ലുകൾ കൊണ്ട് തന്നെ മാത്രം ഒരു ഡെപ്പോസിറ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ സോയിൽ ഇറോഷൻ കൂടുതലാണ് നമ്മുടെ ഹിമാലയൻ റിവേഴ്സിന്. എന്നാൽ നമ്മുടെ ഉപദ്വീപ്യ നദികൾക്ക് സോയിൽ ഇറോഷനും വളരെ കുറവാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള പല മലകളുടെയും പുറമെന്ന് പറയുന്നത് നല്ല ഡാർക്കായിട്ട് എന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള ഒരു സർഫസ് ആണ് നമ്മൾ ഈ ഒരു സർഫസ്. അതായത് ഉപദ്വീപ്യ പീഠഭൂമിയിൽ വരുന്ന ശിലകൾ എന്നെല്ലാം എന്ന് പറയുന്നത് വളരെ കട്ടി കൂടിയ ശിലകളും മറ്റുമൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ വലിയ ഒരു നമുക്ക് എന്താ പറയുക ഗോർജസോ അങ്ങനെയൊന്നും നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. നമ്മൾ ഹിമാലയത്തിലെ ഓരോ പാർട്ടും പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ബ്രഹ്മപുത്ര നദിയും അതുപോലെ ഇൻഡസ് നദിയുടെയും ഒക്കെ ഗോർജസിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് അരുണാചൽ പ്രദേശിലെ ഒരു ഗോർജ് നമ്മുടെ ബ്രഹ്മപുത്ര നദി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഒരു ഇൻഡസ് നദി നമ്മുടെ ബാൾട്ടിസ്ഥാൻ റീജിയനിലും ഒരു ഗോർജൊക്കെ ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഇനി നമ്മൾ ആ നദി കൂടെ കൂടുതൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഉപദ്വീപ്യ നദികളെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് വലിയ താഴ്വരകളോ അങ്ങനെയൊന്നും എവിടെ കാണപ്പെടത്തില്ല? നമ്മുടെ ഈ ഒരു ഉപദ്വീപ്യൻ നദികളിൽ കാണപ്പെടില്ല. അതുപോലെ മറ്റൊരു പ്രത്യേകത നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ്, ഇവിടുത്തെ ജലത്തിന്റെ അളവെന്ന് പറയുന്നത് ഹിമാലയൻ നദികളെക്കാട്ടിയും കുറവാണ്. ആർക്ക്? നമ്മുടെ ഉപദ്വീപ്യൻ നദികൾക്ക് ഹിമാലയൻ നദികളെക്കാളും ജലത്തിന്റെ അളവ് വളരെ കുറവാണ്. ഓക്കെ, ഇത്രയുമാണ് ഉപദ്വീപ്യ നദികളുടെ കുറെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഓക്കെ,
നമുക്ക് ഇതിൽ നിന്നൊന്നും അധികം ചോദ്യമൊന്നും വരാൻ പോകുന്നില്ല. നമുക്ക് ചോദ്യം വരാൻ പോകുന്നത് ഇതിലെ ഓരോ നദികളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ നദികളിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നർമ്മദാ നദിയെക്കുറിച്ചാണ്. നർമ്മദാ നദി. ഓക്കെ, നർമ്മദാ നദിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിൽ നിന്നാണ്. നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിൽ നിന്നാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഫിഗർ, ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫിഗർ, റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതെന്ന് പറയുന്നത് നർമ്മദയുടെ ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നർമ്മദ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിലുള്ള അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്? നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. നമ്മൾ പീഠഭൂമി പഠിച്ച സമയത്ത് നർമ്മദയുടെ ഫ്ലോയുടെ കാര്യം ജസ്റ്റ് നമ്മൾ അവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിലെ ഒരു പാർട്ടാണ് അമർകണ്ടക് എന്ന് പറയുന്നത്. ആ അമർകണ്ടകിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ നർമ്മദാ നദി എന്ന് പറയുന്നത്. നർമ്മദാ നദി. ഈ നർമ്മദാ നദി ഉത്ഭവിക്കുന്ന ഈ ഒരു പ്രദേശത്തെ മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടും നർമ്മദാ കുണ്ട് എന്നുകൂടെ ഈ ഒരു സ്ഥലത്ത് അറിയപ്പെടും. അതായത് നർമ്മദാ നദി ഉത്ഭവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിലുള്ള അമർകണ്ടക് എന്ന് പറയുന്ന പീഠഭൂമിയിലെ നർമ്മദാ കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്? നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നർമ്മദാ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിലുള്ള അമർകണ്ടക് പീഠഭൂമിയിലെ നർമ്മദാ കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്? നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, അതത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഈ നർമ്മദാ നദിയുടെ പതനം. അതുകൂടെ നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. നർമ്മദാ നദി എവിടെ ചെന്നാണ് പതിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ അറബിക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്. ഗുജറാത്തിൽ, അതായത് നർമ്മദാ നദി ഇവിടെ നിന്ന് ഒഴുകി മധ്യപ്രദേശിൽ നിന്ന് ഒഴുകി മഹാരാഷ്ട്ര മധ്യപ്രദേശ് ബോർഡർ വഴി നമ്മുടെ ഗുജറാത്തിലോട്ട് കയറുന്നു. ഗുജറാത്തിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? അറേബ്യൻ സീയിലോട്ട് പോകുന്നു. ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്തുകൂടിയാണ് ഇത് എങ്ങോട്ട് പ്രവേശിക്കുന്നത്? അറേബ്യൻ സീയിലോട്ട് പ്രവേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നർമ്മദാ നദി മധ്യപ്രദേശിൽ നിന്ന് ഒഴുകി തുടങ്ങി മഹാരാഷ്ട്രയുടെ ബോർഡർ വഴി ഗുജറാത്തിലോട്ട് കയറി ഗുജറാത്തിൽ നിന്ന് ഗൾഫ് ഓഫ് കമ്പത്ത് വഴി അറേബ്യൻ സീയിലേക്ക് പതിക്കുന്നു. ഇതാണ് നർമ്മദാ നദിയുടെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, നർമ്മദാ നദിയുടെ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നർമ്മദാ നദിയുടെ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നർമ്മദാ നദിയുടെ ഉത്ഭവം നമ്മൾ പഠിച്ചു, നർമ്മദാ നദി പതിക്കുന്ന സ്ഥലവും പഠിച്ചു. 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ പഠിച്ചത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നർമ്മദാ നദിയുടെ പഴയ 2 പേരുകൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു പേരുണ്ട്, ഒന്ന് കമന്റ് ചെയ്തേ. നർമ്മദാ നദിയുടെ പഴയ പേര്. രേവ. അതെ, രേവ പഴയൊരു പേരാണ് രേവ. അതുപോലെ മറ്റൊരു പേര് കൂടിയുണ്ട്, ജതശങ്കരി. ഓക്കെ, മറ്റൊരു പേരാണ് ജതശങ്കരി. നർമ്മദയുടെ 2 പഴയ പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ രേവയും ജതശങ്കരിയുമാണ് നമ്മുടെ നർമ്മദാ നദിയുടെ പ്രധാനപ്പെട്ട 2 പഴയ പേരുകൾ. ഓക്കെ, നർമ്മദാ നദിയുടെ 2 പഴയ പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് രേവ, മറ്റൊന്ന് ജതശങ്കരി. ഓക്കെ, ഈ നർമ്മദാ നദി സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന പേര്, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ നർമ്മദാ നദിയുടെ അർത്ഥം എന്താണ്? നർമ്മദ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സന്തോഷദായനി എന്നാണ് അർത്ഥം. സന്തോഷദായനി അല്ലെങ്കിൽ പ്ലഷർ ഗീവർ എന്നാണ് നമ്മൾ സംസ്കൃതത്തിൽ എന്തിനു പറയുന്നത്? നർമ്മദ എന്ന പദത്തിന്റെ അർത്ഥം. ഓക്കെ, നർമ്മദ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സന്തോഷദായനി എന്നാണ്, അല്ലെങ്കിൽ പ്ലഷർ ഗീവർ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പഴയ ഒരു ഗ്രീക്ക് പുസ്തകമുണ്ട്, ഈജിപ്ഷ്യൻ മെർച്ചന്റുകാരൊക്കെ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന പെരിപ്ലിയസ് ഓഫ് എറിത്രിയൻ സീ. ഈ ഒരു പുസ്തകത്തിനകത്ത് പെരിപ്ലിയസ് ഓഫ് എറിത്രിയൻ സീ, ഈ ഒരു പുസ്തകത്തിനകത്ത് നമ്മുടെ ഈ ഒരു ഗ്രീക്ക് ഈ നർമ്മദാ നദിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ നർമ്മദാ നദിയെക്കുറിച്ച് നമ്മുടെ ഈ ഒരു പുസ്തകത്തിനകത്ത് പെരിപ്ലിയസ് ഓഫ് എറിത്രിയൻ സീ ഈ ഒരു പുസ്തകത്തിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് നെമാഡസ് എന്നാണ്. നർമ്മദ എന്നല്ല പ്രതിപാദിച്ചിരിക്കുന്നത്, നെമാഡസ് എന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, നെമാഡസ് എന്നാണ് പെരിപ്ലിയസ് ഓഫ് എറിത്രിയൻ സീ എന്ന പുസ്തകത്തിനകത്ത് നർമ്മദാ നദിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? പുസ്തകത്തിനകത്ത് നമ്മുടെ അതായത് നമ്മളെ ഇങ്ങോട്ടുള്ള കച്ചവടം, നമ്മുടെ കടൽ വഴിയുള്ള കച്ചവട മാർഗങ്ങളെക്കുറിച്ചും ഇന്ത്യയുമായിട്ടുള്ള കച്ചവട മാർഗങ്ങളെയൊക്കെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഓക്കെ, അതിനെപ്പറ്റി നമ്മുടെ ജസ്റ്റ് അതിൽ ഈജിപ്ഷ്യൻ മെർച്ചന്റുകാർ എഴുതിയ പുസ്തകം എന്നേ ഉള്ളൂ. അതിൽ കറക്റ്റ് ആരാണ് ആ പുസ്തകം എഴുതിയത് എന്നുള്ളതൊന്നും അങ്ങനെ ഡിസ്കവർ ചെയ്തിട്ടില്ല.
പുസ്തകത്തിന്റെ പേര് പെരീപ്ലസ് ഓഫ് എറിത്രിയൻ സീ ആണ്. പെരീപ്ലസ് ഓഫ് എറിത്രിയൻ സീ. അതിൽ നമ്മുടെ നർമ്മദാ നദിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് നെമാഡസ് എന്നാണ്. നെമാഡസ്. താങ്ക് യു സർ. ഓക്കെ. സീമ പറഞ്ഞു പ്ലീനിയുടെ പുസ്തകമാണ് നെമാഡസ് ദ പെരിപ്ലേസ് ഓഫ് എറിത്രിയൻ സീ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ നെമാഡസ് എന്ന് പറയുന്നത് നമ്മുടെ പെരിപ്ലേസ് ഓഫ് എറിത്രിയൻ സീ എന്ന പുസ്തകത്തിനകത്താണ് നെമാഡസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ. ഇതുപോലെ നർമ്മദാ നദി എന്ന് പറയുന്നത് മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. ഓക്കെ. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ ഡെക്കാൻ പീഠഭൂമിയും അതുപോലെ തന്നെ മാൾവ പീഠഭൂമിയൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിച്ചുകൊണ്ട് ഒഴുകുന്ന നദിയാണ് ഏത് നദി? നർമ്മദ നദി. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിച്ച് ഒഴുകുന്ന നദിയാണ് ഏത് നദി? നർമ്മദ നദി. വിന്ധ്യ സത്പുര ഈ രണ്ട് മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് നദി? നർമ്മദ നദി. ഓക്കെ. നർമ്മദ നദിയുടെ പ്രത്യേകതകളാണ്: ഒന്ന് ഡെക്കാന്റെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയാണ്. അതുപോലെ വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യുന്ന നദിയാണ് നർമ്മദ നദി എന്ന് പറയുന്നത്. ഓക്കെ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും രണ്ടായിട്ട് വിഭജിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് നദിയാണ്? നർമ്മദ നദിയാണ്. ഓക്കെ. രണ്ട് മലകൾക്കിടയിലുള്ള നദി എന്നറിയപ്പെടുന്നതും നർമ്മദയാണ്. ഓക്കെ. രണ്ട് മലകൾക്കിടയിലുള്ള നദി എന്നറിയപ്പെടുന്നതും നർമ്മദയാണ്. ഡെക്കാന്റെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദാ നദി. വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദാ നദി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദിയും നർമ്മദാ നദിയാണ്. ഓക്കെ. അതുപോലെ വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിൽ കൂടെ ഒഴുകുന്നത് കൊണ്ട് തന്നെ റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഇല്ലെങ്കിൽ ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നതും ഏതാണ്? നർമ്മദാ നദിയാണ്. റിഫ്റ്റ് വാലിയിലൂടെ വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്നത് കൊണ്ട് റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഇല്ലെങ്കിൽ ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദാ നദി എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ ഭൂമിയിലൂടെ നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഒന്ന് കമന്റ് ചെയ്ത എല്ലാവരും. അതെ. ഉത്തരായന രേഖ. ഓക്കെ. ഈ ഉത്തരായന രേഖ എന്ന് പറയുന്നത് ഉത്തരായന രേഖ അല്ലെങ്കിൽ ഈ ഉത്തരായന രേഖയാണ് നമ്മുടെ ഭൂമിയുടെ ഇന്ത്യയുടെ നടുക്കുകൂടെ പോകുന്ന ലൈൻ എന്ന് പറയുന്നത്. ആ ഉത്തരായന രേഖയ്ക്ക് പാരലായിട്ട് കടന്നു പോകുന്ന ഒരു നദിയാണ് ഏത് നദി? നർമ്മദാ നദി എന്ന് പറയുന്നത്. ഓക്കെ. ഉത്തരായന രേഖയ്ക്ക് പാരലായിട്ട് കടന്നു പോകുന്ന ഒരു നദി കൂടെയാണ് നമ്മുടെ നർമ്മദാ നദി എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി എന്ന് പറയുന്നതും ഏതാണ്? നമ്മുടെ നർമ്മദാ നദിയാണ്. ഉപദ്വീപീയ നദികളിൽ നമുക്കിനി പഠിക്കാനുള്ളത് താപ്തി ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ലൂണി പഠിക്കാനുണ്ട്. ആ താപ്തിയും ലൂണിയും എല്ലാം നോക്കുന്ന സമയത്ത് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് നർമ്മദാ നദിയാണ്. നർമ്മദാ നദിയുടെ നീളം എന്ന് പറയുന്നത് 1312 കിലോമീറ്റർ ആണ്. 1312 കിലോമീറ്റർ. 1312 കിലോമീറ്റർ ആണ് ഏത് നദിയുടെ നീളം എന്ന് പറയുന്നത്? നർമ്മദാ നദിയുടെ നീളം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും നർമ്മദാ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയും ഏതാണ്? നർമ്മദാ നദിയാണ്. നർമ്മദാ നദി. ഓക്കെ. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞത് നർമ്മദാ നദിയുടെ ഉത്ഭവം പറഞ്ഞു. മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിലുള്ള അമർകണ്ടക് പീഠഭൂമിയിലാണ്. നർമ്മദാ കുണ്ടെന്നാണ് നമ്മൾ അതിനെ പറയുന്നതെന്ന് പറഞ്ഞു. അതുപോലെ പതനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഗൾഫ് ഓഫ് കമ്പത്ത് അറബിക്കടലാണ് പതനം എന്ന് പറഞ്ഞു. പഴയ പേരുകൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. രേവ എന്നും മറ്റൊന്ന് ജതശങ്കരി എന്നും പറഞ്ഞു. സംസ്കൃതത്തില് പ്ലഷർ ഗീവർ ഇല്ലെങ്കിൽ സന്തോഷദായിനി എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. നർമ്മദ എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെരിപ്ലേസ് ഓഫ് എറിത്രിയൻ സീ എന്ന പുസ്തകത്തിനകത്ത് നമാഡസ് എന്നാണ് നമ്മുടെ നർമ്മദാ നദിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെക്കാന്റെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി. വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കും രണ്ട് മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദി. അതുപോലെ റിഫ്റ്റ് വാലിയിലൂടെ ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദാ നദി.
ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് പാരലായിട്ട് ഒഴുകുന്ന നദി. ഉപദ്വീപ്യൻ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത് നദി? നർമ്മദാ നദി. നർമ്മദാ നദിയുടെ എത്ര നീളം ലെന്ത് ചോദിച്ചാൽ 1312 കിലോമീറ്റർ ആണ് നർമ്മദാ നദിയുടെ നീളം എന്ന് പറയുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് 3 സംസ്ഥാനങ്ങളിലൂടെയാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് നർമ്മദാ നദിയാണ്. നർമ്മദാ നദി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, നമ്മൾ അടുത്തതിലോട്ട് പോവുകയാണ്. ഈ നർമ്മദാ നദിയിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നർമ്മദാ നദിയിലെ പ്രധാനപ്പെട്ട ഒരു ഡാമാണ് സർദാർ സരോവർ ഡാം അല്ലെങ്കിൽ സർദാർ സരോവർ ഡാം. സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഈ സർദാർ സരോവർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് 2-3 പോയിന്റുകളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. ഈ സർദാർ സരോവർ അണക്കെട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ബെനിഫിഷ്യറി സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിനെ കൊണ്ട് ഉപയോഗം വരുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത്, അതുപോലെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഈ 4 സംസ്ഥാനങ്ങളിലാണ്. ഗുജറാത്ത്, മധ്യപ്രദേശ്, അതുപോലെ മഹാരാഷ്ട്ര, അതുപോലെ രാജസ്ഥാൻ. ഇത്രയും സംസ്ഥാനങ്ങളാണ് ഈ സർദാർ സരോവർ ഡാം അല്ലെങ്കിൽ സർദാർ സരോവർ അണക്കെട്ട് കൊണ്ട് ബെനിഫിഷ്യറി ആയിട്ടുള്ള സ്റ്റേറ്റുകൾക്ക് എക്സാമ്പിൾസ് ആണ്. ബെനിഫിഷ്യറി ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ. ഇത്രയും സംസ്ഥാനങ്ങളാണ് സർദാർ സരോവർ ഡാമിന്റെ ബെനിഫിഷ്യറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ സർദാർ സരോവർ ഡാം എന്നാ ഉദ്ഘാടനം ചെയ്തത്? 2017 സെപ്റ്റംബർ 17 സർദാർ സരോവർ ഡാം ഉദ്ഘാടനം ചെയ്യുന്നത്. 2017 സെപ്റ്റംബർ 17 നമ്മുടെ സർദാർ സരോവർ ഡാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, സർദാർ സരോവർ ഡാമിന്റെ ഹൈറ്റ് എത്രയാണ്? 163 മീറ്റർ ആണ്. 163 മീറ്റർ ആണ് സർദാർ സരോവർ ഡാമിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത്. സർദാർ സരോവർ ഡാമിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 163 മീറ്റർ ആണ്. 163 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ചോദിച്ചാൽ അത് സർദാർ സരോവർ ആണ്. സർദാർ സരോവർ ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ നർമ്മദാ നദിക്ക് കുറുകെയാണ് സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ബെനിഫിഷ്യറി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ ഇത്രയും സംസ്ഥാനങ്ങളാണെന്ന് പറഞ്ഞു. ഉദ്ഘാടനം ചെയ്തത് മോഡിയാണ്, ഇല്ലെങ്കിൽ കമ്മീഷൻ ചെയ്തത് മോഡിയാണ്. 2017 സെപ്റ്റംബർ 17 കമ്മീഷൻ ചെയ്യുന്നത്. 2017 സെപ്റ്റംബർ 17 അതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത്. 2017 സെപ്റ്റംബർ 17. ഓക്കെ, ആ ഡേറ്റ് പഠിക്കാൻ എളുപ്പമാണ്. 2017 സെപ്റ്റംബർ മാസം 17, വീണ്ടും ഒരു 17. ഓക്കെ, അപ്പോൾ സർദാർ സരോവർ ഡാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി സർദാർ സരോവർ ഡാമിന് എതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ നർമ്മദാ ബച്ചാവോ ആന്തോളനാണ്. നർമ്മദാ ബച്ചാവോ ആന്തോളനാണ് നമ്മുടെ നർമ്മദാ നദിയിലെ ഡാമിന് എതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച സംഘടന എന്ന് പറയുന്നത്. ഓക്കെ, ഈ നർമ്മദാ ബച്ചാവോ ആന്തോളൻ ഇതിന് നേതൃത്വം വഹിച്ചത് അല്ലെങ്കിൽ ഈ ഒരു നർമ്മദയ്ക്കെതിരെ സർദാർ സരോവർ ഡാമിനെതിരെയുള്ള പ്രതിഷേധത്തിന് നേതൃത്വം വഹിച്ച വനിതയാണ് മേധാ പട്കർ. നമ്മുടെ ഈ നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടന 1985 ഫോം ചെയ്യുന്ന ഒരു സംഘടനയാണ്. കൂടുതലും ഇതിനകത്ത് കർഷകരും മറ്റുമൊക്കെ ആയിരുന്നു. ആ സമയത്ത് പല പ്രശ്നങ്ങൾക്കെതിരെയും പ്രതികരിച്ചുകൊണ്ടിരുന്ന കുറച്ചുകൂട്ടം ആൾക്കാരായിരുന്നു നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടന. ഇതിനെ ലീഡ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു നർമ്മദ സർദാർ സരോവർ ഡാമിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ ഇതിനെ ലീഡ് ചെയ്ത വ്യക്തിയാണ് മേധാ പട്കർ എന്ന് പറയുന്നത്. മേധാ പട്കർ. ഓക്കെ, അപ്പൊ സർദാർ സരോവർ ഡാമിനെ പറ്റിയുള്ള ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഏതാണ്? യൂണിറ്റി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എത്ര അടിയാണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എത്ര അടിയാണ്? 182 അടിയാണോ? 182 മീറ്റർ ആണ്. ഞാൻ അടിയല്ലേ ചോദിച്ചത്, ഫീറ്റാ ചോദിച്ചത്. ഫീറ്റ്.
163 അല്ല എലിസബത്തെ. നമ്മുടെ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ഉയരത്തിലുള്ള പ്രതിമയാണ് ഏത് പ്രതിമ എന്ന് പറയുന്നത്? നമ്മുടെ സർദാർ സരോവർ ഡാമിൽ സ്ഥിതി ചെയ്യുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ എന്ന് പറയുന്നത്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്ന പ്രതിമ എന്ന് പറയുന്നത്. ഓക്കെ, ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ അണക്കെട്ടിലെ സാധുബെട്ട് എന്ന് പറയുന്ന നദീദ്വീപിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഇത് സർദാറിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്, സർദാർ പട്ടേലിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 182 മീറ്റർ ആണ്. എത്ര അടി എന്ന് ചോദിച്ചാൽ 597 അടിയാണ്. 597 അടിയാണ്. ഗ്രീഷ്മ പി രാജീവ് അത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 597 അടിയാണ്. അതായത് 1 മീറ്റർ എന്ന് പറയുന്നത് 3.37 ഇത് ഒരു മീറ്റർ എന്ന് പറയുന്നത് 3 അടിയും 3.37 ആണ്. അതായത് 3.37 ഇഞ്ചസ് വരും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. നർമ്മദ നദിയുടെ ഉയരം എത്രയാണെന്ന് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയുടെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 182 അടിയാണ്. 597 അടിയാണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 597 അടിയാണ് നമ്മുടെ നർമ്മദ നദിയിലെ സർദാർ സരോവർ ഡാം അണക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എത്ര അടിയാണെന്ന് ചോദിച്ചാൽ 597 അടിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ സർദാർ സരോവർ ഡാമിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പി ആരാണ്? രാംസുധർ. ഓക്കെ, രാംസുധർ ആണ് അതിന്റെ ആരെന്ന് പറയുന്നത്, അതിന്റെ പ്രധാന ശില്പി എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രാംവി സുധർ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. സർദാർ സരോവർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ്. ബെനിഫിഷ്യറി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. കമ്മീഷൻ ചെയ്തത് മോഡിയാണ് 2017 സെപ്റ്റംബർ 17. ഹൈറ്റ് എന്ന് പറയുന്നത് 163 മീറ്റർ ആണ്. ഇതിനെതിരെ പ്രക്ഷോഭം നടത്തിയ സംഘടന ചോദിച്ചാൽ, പരിസ്ഥിതി സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ നർമ്മദ ബച്ചാവോ ആന്തോളനാണ്. 1985 രൂപം കൊണ്ടത്. നേതൃത്വം കൊടുത്തത് മേധാ പട്കർ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ്. ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ അണക്കെട്ടിലെ സാധുബെട്ട് എന്ന് പറയുന്ന നദീദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ശില്പി എന്ന് പറയുന്നത് രാംവി സുധർ ആണ്. ഉയരം എന്ന് പറയുന്നത് 182 മീറ്റർ ആണ്, ഇല്ലെങ്കിൽ 597 അടിയാണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇവിടുത്തെ ഡാമുകൾ, അതായത് നമ്മുടെ നർമ്മദാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡാമുകളാണ്. ഒന്ന് ഓംകാരേശ്വർ ഡാം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ്. ഓംകാരേശ്വർ ഡാം എവിടെയാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിൽ. ഓംകാരേശ്വർ ഡാം മധ്യപ്രദേശ്. അതുപോലെ അടുത്ത ഡാമാണ് ഇന്ദ്രാസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ഇന്ദ്രാസാഗർ ഡാമിന്റെ പഴയ ഒരു പേരുണ്ട്, പുന്നഷ ഡാം എന്ന് പറയും. പുന്നഷ ഡാം എന്നറിയപ്പെടുന്നതും ഈ ഇന്ദ്രാസാഗർ ഡാമാണ്. PUNASA പുന്നസ ഡാം എന്നറിയപ്പെടുന്നതും ഏതാണ്? നമ്മുടെ ഇന്ദ്രാസാഗർ ഡാമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ഞാൻ ഈ പറഞ്ഞ 3 ഡാമുകളുമാണ് PSC ഏറ്റവും കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ള ഡാം. ഒന്ന് സർദാർ സരോവർ ഡാം, മറ്റൊന്ന് ഓംകാരേശ്വർ ഡാം മധ്യപ്രദേശ്, അതുപോലെ ഇന്ദ്രാസാഗർ ഡാം മധ്യപ്രദേശ്. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട 2 ഡാം കൂടെ ഉണ്ട്. ഒന്ന് ചന്ദ്രശേഖർ ഡാം സ്ഥിതി ചെയ്യുന്നതും മധ്യപ്രദേശിലാണ്. ഓക്കെ, അതുപോലെ അടുത്ത ഒരു ഡാം കൂടെയുണ്ട്, മഹേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അടുത്ത പ്രധാനപ്പെട്ട ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് പോഷക നദികൾ. നമ്മൾ ഇപ്പോഴത്തെ ഒരു എക്സാമിൽ, അതായത് കഴിഞ്ഞ സമയത്ത് നടന്ന എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു നദിയുടെ ഒരു ട്രിബ്യൂട്ടറിയുടെ പേര് തന്നിട്ട് ഇത് ഏത് നദിയുടെ ട്രിബ്യൂട്ടറി ആണെന്ന് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കൂടുതലായിട്ടും. ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇതിൽ പ്രധാനമായിട്ടും 3 ട്രിബ്യൂട്ടറീസ് ആണുള്ളത്. പക്ഷെ നമുക്ക് കൂടുതൽ ട്രിബ്യൂട്ടറീസ് പഠിക്കണം. പ്രധാനപ്പെട്ട 3 ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ഹിരൺ ആണ്.
ഹിരൺ മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച്, ഈ കാണുന്നതാണ് ഹിരൺ എന്ന് പറയുന്നത്. ഹിരണാണ് ഇവിടെ നിന്ന് ഉത്ഭവിച്ച് എങ്ങോട്ട് ഒഴുകുന്നത്, നർമ്മദയിലോട്ട് വന്ന് ചേരുന്ന നദിയാണ് ഹിരൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഷേർ, അതും മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ ഇത് നർമ്മദയിലോട്ട് ചേരുന്ന മറ്റൊരു ട്രിബ്യൂട്ടറിയാണ് ഏതെന്ന് പറയുന്നത്, ഷേർ എന്ന് പറയുന്നത്. ഷേർ, ഒന്ന് ഹിരണാണ്, രണ്ട് ഷേർ. ഹിരൺ, ഷേർ. മൂന്നാമത്തെയാണ് താവ. ഈ താവയിൽ ഒരു ഡാം ഉണ്ട്, ആ ഡാമിന്റെ പേരാണ് താവ ഡാം. ഈ താവ എന്ന് പറയുന്ന ട്രിബ്യൂട്ടറിയിലുള്ള ഡാം ഏതാണെന്ന് ചോദിച്ചാൽ താവ ഡാം ആണ്. താവ ഡാം. ഓക്കെ, അത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അപ്പൊ ആദ്യത്തെ 3 ട്രിബ്യൂട്ടറീസിന്റെ പേര് ഞാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട 3 ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ഹിരൺ, ഷേർ, താവ. മുമ്പ് അല്ലെങ്കിൽ ഒരു സമയം വരെ PSC ട്രിബ്യൂട്ടറീസിൽ ചോദിച്ചുകൊണ്ടിരുന്നതിൽ നർമ്മദയുടെ പ്രധാനപ്പെട്ട 3 ഹിരണും, ഷേറും, താവയും. ഇത് 3 PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, ഹിരണും, ഷേറും, താവയും. ഓക്കെ, പക്ഷെ ഇത് മാത്രമല്ല, താവ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമിന്റെ പേര് താവ ഡാം. അതുകൊണ്ടാണ് അത് ഞാൻ അധികം എടുത്തു പറയാത്ത. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അത് ഏത് നദിയാണെന്നും മറ്റും. ഓക്കെ, ഇനി ഇത് മാത്രമല്ല ഇതിന്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ്, വേറെയും ട്രിബ്യൂട്ടറീസ് ഉണ്ട്. ചോട്ടാ താവ എന്ന് പറഞ്ഞൊരു മറ്റൊരു ട്രിബ്യൂട്ടറി ഉണ്ട്. ചോട്ടാ താവ 4ാമത്തെ ട്രിബ്യൂട്ടറി ആയിട്ട് പഠിച്ചു വെച്ചോ. ചോട്ടാ താവ. 5 കുന്തി. ഇതിന്റെ തന്നെ ഒരു ട്രിബ്യൂട്ടറിയുടെ പേരാണ് കുന്തി. നമ്മുടെ കേരളത്തിലെ കുന്തി അല്ല, ഇത് നർമ്മദയുടെ ഒരു ട്രിബ്യൂട്ടറി ആയ കുന്തി. അതുപോലെ കേഴ്സൺ, അതുപോലെ ഉറി. കേഴ്സൺ, മറ്റൊന്നാണ് ഉറി. ഈ ട്രിബ്യൂട്ടറീസിന്റെ പേരൊന്നും PSC അധികം ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം. പ്രധാനപ്പെട്ട 3 ഹിരൺ, ഷേർ, താവ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് ചോട്ടാ താവ പറഞ്ഞു, ബാജൻ പറഞ്ഞു, കുന്തി പറഞ്ഞു, കേഴ്സൺ പറഞ്ഞു, ഉറി പറഞ്ഞു. ഓക്കെ, ബാജൻ, ചോട്ടാ താവ, കേഴ്സൺ, ഉറി, കുന്തി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ നർമ്മദാ നദിയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. നർമ്മദാ നദിയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ഓർത്ത് വെച്ചിരിക്കുക. ഒന്ന് ഹിരണ്, മറ്റൊന്ന് ഷേർ, താവ, അത് കഴിഞ്ഞ് ചോട്ടാ താവ, അതുപോലെ ബാജൻ, അതുപോലെ ഉറി, പിന്നെ കേഴ്സൺ, പിന്നെ കുന്തി. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇനി പ്രധാനമായിട്ടും നമ്മുടെ നർമ്മദാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് ദുവാന്തർ വെള്ളച്ചാട്ടമാണ് നർമ്മദാ നദിയിലെ ഒരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് ദുവാന്തർ വെള്ളച്ചാട്ടം. ഈ ദുവാന്തർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ജബൽപൂരിലാണ്. മധ്യപ്രദേശിലെ ജബൽപൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു വെള്ളച്ചാട്ടമാണ് ദുവാന്തർ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നർമ്മദാ നദിയിലെ ഒരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് ദുവാന്തർ വെള്ളച്ചാട്ടം. മറ്റൊന്നാണ് മാർബിൾ വെള്ളച്ചാട്ടം. 3ാമത്തെ വെള്ളച്ചാട്ടമാണ് സഹസ്രധാര വെള്ളച്ചാട്ടം. ഒന്ന് ദുവാന്തർ വെള്ളച്ചാട്ടം, മറ്റൊന്ന് മാർബിൾ വെള്ളച്ചാട്ടം, 3 സഹസ്രധാര വെള്ളച്ചാട്ടം. ഇത് 3 മധ്യപ്രദേശിൽ തന്നെയാണ്. ദുവാന്തർ വാട്ടർഫോൾസ്, മാർബിൾ വാട്ടർഫോൾസ്, സഹസ്രധാര വാട്ടർഫോൾസ്. സഹസ്രധാരയുടെ സ്പെല്ലിംഗ് ദുവാന്തർ വാട്ടർഫോൾസ്, അതുപോലെ മാർബിൾ വാട്ടർഫോൾസ്, അതുപോലെ സഹസ്രധാര വാട്ടർഫോൾസ്. ഇത് 3 ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി നർമ്മദാ. ഷീമ കേട്ടില്ല. ഷീമ എന്താ, ഒരിക്കൽ കൂടെ പറയാനാണോ? ദുവാന്തർ വെള്ളച്ചാട്ടം മധ്യപ്രദേശിലെ എവിടെയാണ്? ജബൽപൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭേഡബട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതൊന്നും വേണ്ട, ജസ്റ്റ് ജബൽപൂർ ഡിസ്ട്രിക്റ്റ് ആണെന്ന് ഓർത്താൽ മതി. ഭേഡഘട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് പ്രധാനമായിട്ടും സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഭേഡഘട്ട് പോയി കാണേണ്ട ഒരു വെള്ളച്ചാട്ടമാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം എല്ലാവരും ഒരു ട്രിപ്പ് പോകണം. നമ്മൾ ഈ ജോഗ്രഫിയിലൊക്കെ പറയുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്, നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റിയ ഒരുപാട് വ്യത്യസ്തമാർന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി നിങ്ങൾ കാണണം. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് ഒന്ന് ദുവാന്തർ വെള്ളച്ചാട്ടം, മറ്റൊന്ന് മാർബിൾ വെള്ളച്ചാട്ടം, മറ്റൊന്ന് സഹസ്രധാര വെള്ളച്ചാട്ടം. അധികം ചോദ്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ചാൻസ് ഉള്ള ചോദ്യമാണ് സഹസ്രധാര. ഇനി നമ്മുടെ നർമ്മദാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണമാണ് ബറൂച്ച് എന്ന് പറയുന്ന പട്ടണം ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നർമ്മദാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ്, നദീതീര പട്ടണമാണ് ബറൂച്ച്. അല്ലെങ്കിൽ ബറൂച്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ബറൂച്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത്. അതുപോലെ ജബൽപൂർ. ഒരു ചോദ്യം നിങ്ങളോട് പെട്ടെന്ന് ഉത്തരം പറയണം നിങ്ങൾ. ജബൽപൂർ എന്ന് പറയുന്നത് ഏത് റെയിൽവേ സോണാണ് ജബൽപൂർ എന്ന് പറയുന്നത്?
നർമ്മദാ നദിയുടെ തീരത്ത് നർമ്മദാ നദി ജബൽപൂർ ജില്ലയുടെ ജബൽപൂർ എന്ന് പറയുന്ന സ്ഥലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാതറിൻ മറിയ സെൻട്രൽ ആണോ ജബൽപൂർ? വെസ്റ്റ് സെൻട്രൽ ആണോ? വെസ്റ്റേൺ സെൻട്രൽ. വെസ്റ്റേൺ സെൻട്രൽ. ഓക്കെ. അപ്പോൾ വെസ്റ്റ് സെൻട്രൽ ആണ് നമ്മുടെ ജബൽപൂർ റെയിൽവേ സോൺ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. അടുത്ത കാര്യം നമ്മൾ പറഞ്ഞു വന്നത് ഇതാ. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ചോദിച്ചാൽ ഒന്ന് ബറൂച്ച്, മറ്റൊന്ന് ജബൽപൂർ. അത് തെറ്റിപ്പോകരുത്. ബറൂച്ചും മനോജ് മനസ്സിലായില്ല മനോജ്. എന്ന് പറഞ്ഞിട്ടൊരു വെള്ളച്ചാട്ടം അവിടെ ഉണ്ട്. എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ശരിയാ. എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടവും നമ്മുടെ നർമ്മദാ നദിയിൽ വരുന്നതാണ്. പക്ഷെ അതിനെപ്പറ്റി അധികമൊന്നും ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നെ പറ്റി കൂടുതലൊന്നും പറയാത്ത. വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നർമ്മദാ നദിയിലുള്ളതാണ്. ഓക്കെ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നർമ്മദാ നദിയുടെ തീരത്തുള്ള ഒരു നാഷണൽ പാർക്കാണ് കൻഹ നാഷണൽ പാർക്ക്. നർമ്മദാ നദിയുടെ തീരത്തുള്ള നാഷണൽ പാർക്കാണ് കൻഹ നാഷണൽ പാർക്ക്. അതുപോലെ ഫോസിൽ ഡിനോസർ പാർക്ക് എവിടെയാ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഗുജറാത്തിലാണ്. നർമ്മദാ വാലിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡിനോസർ പാർക്കാണ് ഫോസിൽ ഡിനോസർ പാർക്ക്. അതായത് വേറൊന്നുമല്ല, നമുക്ക് നർമ്മദാ നദിയുടെ തീരത്ത് നിന്ന്, ഗുജറാത്തിൽ നിന്ന് ഡിനോസറിന്റെ ഫോസിൽസ് നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോസിൽ പാർക്ക് എവിടെയാ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഡിനോസർ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിൽ. ഓക്കെ. ഡിനോസറിന്റെ ഫോസിൽ നമുക്ക് ലഭിച്ചത് നർമ്മദാ നദിയുടെ തീരത്ത് നിന്നാണ്, ഗുജറാത്തിൽ നിന്നാണ് ലഭിച്ചത്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അവ പ്രധാനപ്പെട്ട പട്ടണം ബറൂച്ച് ആണ്, അത് ഗുജറാത്തിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പട്ടണം മധ്യപ്രദേശിലെ ജബൽപൂരാണ്. നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് കൻഹ നാഷണൽ പാർക്ക്. അതുപോലെ ഫോസിൽ ഡിനോസർ പാർക്ക് അല്ലെങ്കിൽ ഫോസിൽ പാർക്ക് അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ഡിനോസറിന്റെ ഫോസിൽ നമുക്ക് കിട്ടിയത് നർമ്മദയുടെ വാലിയിൽ നിന്നാണ്. ഗുജറാത്തിലെ നർമ്മദ വാലിയിൽ നിന്ന് കിട്ടിയതാണ് ഡിനോസറിന്റെ ഫോസിലുകൾ. ഓക്കെ. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി നമുക്കൊരു 3 പോയിന്റ് കൂടെ പഠിക്കാനുള്ളൂ. ഒന്ന്, നർമ്മദാ സേവാ മിഷൻ ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ 2017 മോഡി ചെയ്ത ഒരു പരിപാടിയാണ്. നരേന്ദ്രമോദി സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ് നർമ്മദാ സേവാ മിഷൻ. നമ്മുടെ നർമ്മദാ നദിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് നർമ്മദാ സേവാ മിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നർമ്മദയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് നർമ്മദാ സേവാ മിഷൻ. 2017 നരേന്ദ്രമോദിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ മറ്റൊരെണ്ണമാണ് നർമ്മദ ബ്രാഞ്ച് കനാൽ നെറ്റ്വർക്ക്. നർമ്മദ ബ്രാഞ്ച് കനാൽ നെറ്റ്വർക്ക്. ഓക്കെ. ഈ നർമ്മദ ബ്രാഞ്ച് കനാൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ നർമ്മദാ നദിയിലെ ഏകദേശം ഒരു 500 കിലോമീറ്ററിന് പുറത്ത് 532 കിലോമീറ്ററോളം വരും ആ കനാലിൽ നമ്മൾ ഫുൾ സോളാർ പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 മെഗാവാട്ട് വരെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന സോളാർ പാനൽ നമ്മൾ നർമ്മദാ കനാലിന് മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ്, ഗുജറാത്തിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതാണ് നർമ്മദ ബ്രാഞ്ച് കനാൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. ലോകത്ത് വെച്ചിട്ട് കനാലിന്റെ മുകളിൽ സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് മുകളിലാണ്. നർമ്മദ ബ്രാഞ്ച് കനാൽ നെറ്റ്വർക്ക് ആണ്. ഓക്കെ. ലോകത്ത് വെച്ച് തന്നെ ഏറ്റവും വലുതാണിത്. ഓക്കെ. 1 മെഗാവാട്ടാണ് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സൗരാഷ്ട്ര നർമ്മദ അവതരൺ ഫോർ ഇറിഗേഷൻ പ്രോജക്റ്റ് ഒരു പ്രോജക്റ്റ് ആണ്. സൗരാഷ്ട്ര നർമ്മദ അവതരൺ ഫോർ ഇറിഗേഷൻ പ്രോജക്റ്റ്. സൗരാഷ്ട്ര നർമ്മദ അവതരൺ ഫോർ ഇറിഗേഷൻ പ്രോജക്റ്റ്. അതായത് സൗരാഷ്ട്ര റീജിയനിലെ കൃഷിക്കാർക്ക് പ്രധാനമായിട്ടും ജലസേചനം, അവർക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്ന ഒരു പദ്ധതി, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് സൗരാഷ്ട്ര നർമ്മദ അവതരൺ ഫോർ ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അവിടുത്തെ ഡ്രൗട്ട് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് സൗരാഷ്ട്ര നർമ്മദ അവതരൺ ഫോർ ഇറിഗേഷൻ പ്രോജക്റ്റ്. ഓക്കെ. ഇത്രയുമാണ് നർമ്മദാ നദിയോട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. നർമ്മദാ നദിയോട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ പോയിന്റും ഞാൻ ഒന്നുപോലും മിസ് ചെയ്യാതെ മിക്കവാറും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ. ഇത്രയുമാണ് നർമ്മദാ നദി. ഓക്കെ. ഞാൻ ഒന്നുകൂടെ നർമ്മദാ നദി ഒന്നുകൂടെ പറയാം. ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തോ. നർമ്മദ എന്ന് പറയുന്നത് ഉത്ഭവം മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിലുള്ള അമർകണ്ടക് പീഠഭൂമിയിലൂടെയാണ്.
നർമ്മദ കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെയാണ് അത് ഉത്ഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. പതിക്കുന്നത് നമ്മുടെ അറബിക്കടലിലെ ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന്റെ പഴയ പേരെന്ന് പറയുന്നത് രേവയും അതുപോലെ തന്നെ ജതശങ്കരിയുമാണ്. സംസ്കൃതത്തിലെ സന്തോഷദായിനി എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ നർമ്മദ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലഷർ ഗീവർ എന്നറിയപ്പെടുന്ന ഒരു നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. പെരിപ്ലേസ് ഓഫ് എറിത്രിയൻ സീ എന്ന പുസ്തകത്തിനകത്ത് നമാഡസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മധ്യപ്രദേശിന്റെ ജീവരേഖയാണ് നർമ്മദ എന്ന് പറയുന്നത്. അതുപോലെ ഡെക്കാന്റെയും മാൽവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയാണ്. വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദിയാണ്. 2 മലനിരകൾക്കിടയിലുള്ള നദിയാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണെന്ന് പറഞ്ഞു. അതുപോലെ ഉപദ്വീപ്യ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ എന്ന് പറഞ്ഞു. അതുപോലെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലൂടെ അതിന് പാരലായിട്ട് സഞ്ചരിക്കുന്ന, സമാന്തരമായി സഞ്ചരിക്കുന്ന ഒരു നദി കൂടെയാണ് നർമ്മദ നദി എന്ന് പറഞ്ഞു. നർമ്മദ നദിയുടെ നീളം 1312 കിലോമീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണെന്ന് പറഞ്ഞു. നർമ്മദ നദി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ്, അതുവഴി മഹാരാഷ്ട്ര, അതുവഴി ഗുജറാത്ത്. മഹാരാഷ്ട്രയുടെ ബോർഡറിലൂടെയാണ് നർമ്മദ നദി സഞ്ചരിക്കുന്നത്. മധ്യപ്രദേശ് മഹാരാഷ്ട്ര ബോർഡർ, അത് കഴിഞ്ഞ് നമ്മുടെ ഗുജറാത്ത് വഴി ഗൾഫ് ഓഫ് കമ്പത്ത് വഴി അറബിക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഡാമുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട ഡാമുകളായിട്ട് ഞാൻ പറഞ്ഞത് ഒന്ന് ഇന്ദ്രാസാഗർ ഡാമും ഓംകാരേശ്വർ ഡാമും സർദാർ സരോവർ ഡാമും, അതുപോലെ ചന്ദ്രശേഖർ ഡാം, മഹേശ്വർ ഡാം, ഇവയെല്ലാം നമ്മൾ പറഞ്ഞു. അതിൽ സർദാർ സരോവർ ഡാം ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് സർദാർ സരോവർ ഡാം. ബെനിഫിഷ്യറി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് മധ്യപ്രദേശും മഹാരാഷ്ട്രയും ഗുജറാത്തും രാജസ്ഥാനുമാണ്. കമ്മീഷൻ ചെയ്തത് നമ്മുടെ മോഡിയാണ്. 2017 സെപ്റ്റംബർ 17 തീയതിയാണ് അതിനെ കമ്മീഷൻ ചെയ്യുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് 163 അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതിനെ പരിസ്ഥിതി സംഘടനയാണ് മേധാ പട്കറിന്റെ നേതൃത്വത്തിൽ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് സർദാർ സരോവർ അണക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്ന വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹൈറ്റ് എന്ന് പറയുന്നത് 597 അടിയാണ്, ഇല്ലെങ്കിൽ 182 മീറ്റർ ഹൈറ്റ് ആണ്. അതിന്റെ ശില്പി എന്ന് പറയുന്നത് റാംവി സുത്രാണ്. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ എന്ന് പറയുന്നത്. ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലുള്ള സർദാർ സരോവർ ഡാമിലെ സാധുബട്ട് എന്ന് പറയുന്ന ദ്വീപിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്, സർദാർ സരോവറിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. പ്രധാനമായിട്ടുള്ള പോഷക നദികളെ കുറിച്ച് പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടും 3 പോഷക നദികൾ ഓർത്തിരിക്കണമെന്ന് പറഞ്ഞു: ഷേർ, താവ, ഹിരൺ. അതുകൂടാതെ മറ്റനേകം പോഷക നദികളുണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് ബാജനും ചോട്ടാ താവയും കഴ്സണും കുന്തിയും ഉറിയും ഒക്കെ മറ്റ് പ്രധാനപ്പെട്ട മറ്റ് പോഷക നദികളിലൂടെയാണ്, നർമ്മദയുടെ പോഷക നദികളിലൂടെയാണ്. പ്രധാനപ്പെട്ട 3 വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ദുവാന്തർ വെള്ളച്ചാട്ടം, മറ്റൊന്ന് മാർബിൾ വെള്ളച്ചാട്ടം, മറ്റൊന്ന് സഹസ്രധാര വെള്ളച്ചാട്ടം. ഓക്കെ, തീരപ്രദേശത്തുള്ള, ഇല്ലെങ്കിൽ ഇതിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഉറി ഡാം. ഓക്കെ, അത് ഇതിലല്ല പാവന, ജലത്തില. അത് നമുക്ക് ഇൻഡസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, തീരപ്രദേശത്ത് വരുന്ന പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ ഭറൂച്ച് ആണ്. ഭറൂച്ച് ഗുജറാത്തിലാണ്. ജബൽപൂർ ഡിസ്ട്രിക്ട്, അതുപോലെ ജബൽപൂർ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ജബൽപൂർ സ്ഥിതി ചെയ്യുന്ന മധ്യപ്രദേശിലെ ജബൽപൂരും ഏതിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇതിന് തീരത്താണ്, നർമ്മദ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൻഹ നാഷണൽ പാർക്ക് വരുന്നതും നമ്മുടെ നർമ്മദ നദിയുടെ തീരത്താണ്. ഡിനോസറിന്റെ ഫോസിൽസ് നമുക്ക് കിട്ടിയത് നർമ്മദ വാലിയിൽ, ഗുജറാത്തിലെ നർമ്മദ വാലിയിൽ നിന്നാണ് ലഭിച്ചത്. അതുപോലെ സൗരാഷ്ട്ര നർമ്മദ അവതരൺ ഫോർ ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ നർമ്മദ ബ്രാഞ്ച് കനാൽ നെറ്റ്വർക്കിന്റെ കാര്യം പറഞ്ഞു. 1 മെഗാവാട്ടോളം പ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് നർമ്മദ സേവാ മിഷൻ 2017. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർക്കാണല്ലോ. നർമ്മദയുടെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് അടുത്തിലോട്ട് പോവാലോ. സർ, ബറൂജ് ആണോ ബെറൂജ് ആണോ സർ പറഞ്ഞേ? ബി ആണോ പട്ടണം? ബറൂച്ച്. ശരി, ബറൂച്ച് ഗുജറാത്തിലാണ് സുമ. ഓക്കെ, ശരി സർ. അടുത്തത് താപ്തി. എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തിലോട്ട് പോവാം. അടുത്തത് താപ്തിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. താപ്തി നദി. ഓക്കെ, അപ്പോൾ താപ്തി നദിയാണ് പറയാൻ പോകുന്നത്. താപ്തി നദി എന്ന് പറയുന്നത്, നമ്മുടെ താപ്തി നദി ഉത്ഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മധ്യപ്രദേശിലെ ബഥൂൾ എന്ന് പറയുന്ന സ്ഥലത്ത്
മുൾട്ടായി പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് താപ്തി നദി എന്ന് പറയുന്നത്. ഓക്കെ, താപ്തി നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മുൾട്ടായി പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് താപ്തി നദി എന്ന് പറയുന്നത്. ഓക്കെ, താപ്തി നദി എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ മുൾട്ടായി പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഓർത്തു വെച്ചിരിക്കുക. മധ്യപ്രദേശിൽ നിന്ന് അത് മഹാരാഷ്ട്രയിലോട്ട് കടക്കും, മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്തിലോട്ട് പോകും, ഗുജറാത്തിൽ നിന്ന് ഗൾഫ് ഓഫ് കാംബെ വഴിയാണ് എങ്ങോട്ട് അറേബ്യൻ സീലോട്ട് പതിക്കുന്നത്. ഗൾഫ് ഓഫ് കാംബെ വഴിയാണ് എവിടെ പതിക്കുന്നത്? അറേബ്യൻ സീലോട്ട് പതിക്കുന്നത്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഗൾഫ് ഓഫ് കാംബെ വഴിയാണ് എവിടെ പതിക്കുന്നത്? അറേബ്യൻ സീലോട്ട് അത് പതിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ താപ്തി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ മുൾട്ടായി പീഠഭൂമിയിൽ നിന്നാണ്. മധ്യപ്രദേശിലെ മുൾട്ടായി പീഠഭൂമിയിൽ നിന്നാണ് നർമ്മദ ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് അത് മഹാരാഷ്ട്രയിലോട്ട് കാണും. ഈ കാണുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനമാണ്. ഈ മഹാരാഷ്ട്രയിലൂടെ കയറി അത് ഗുജറാത്തിലോട്ട് കയറും. ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കാംബെ വഴി എങ്ങോട്ട് പതിക്കും? അറേബ്യൻ സീലോട്ട് പതിക്കും. ഇതാണ് താപ്തി നദിയുടെ ഫ്ലോ എന്ന് പറയുന്നത്. 724 കിലോമീറ്റർ ആണ് ഇതിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. 724 കിലോമീറ്റർ ആണ് ഇതിന്റെ മൊത്തം നീളം എന്ന് പറയുന്നത്. ഏകദേശം ഇതിന്റെ മധ്യപ്രദേശിലൂടെ ഇതിന്റെ ഒഴുക്കെന്ന് പറയുന്നത് വെറും 15% മാത്രമാണ് മധ്യപ്രദേശിലൂടെ ഒഴുകുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ താപ്തി നദി ഒഴുകുന്നത് മഹാരാഷ്ട്രയിൽ കൂടെയാണ്. 79% അത് ഫ്ലോ ചെയ്യുന്നതും മഹാരാഷ്ട്രയിൽ കൂടെയാണ്. 79% അത് ഫ്ലോ ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ കൂടെയാണ്. ഗുജറാത്തിലൂടെ ആകെ 6% ഇത് ഫ്ലോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ താപ്തി ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിൽ കൂടിയാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. നമ്മൾ പണ്ട് മുതലേ താപ്തി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ഓർമ്മ ഗുജറാത്ത് മാത്രമാണ്. പക്ഷെ ഗുജറാത്ത് മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് വ്യക്തമായിട്ട് പറഞ്ഞത്. മധ്യപ്രദേശിൽ ആകെ 15% ഉള്ളൂ. മഹാരാഷ്ട്ര വഴിയാണ് ഏറ്റവും കൂടുതൽ താപ്തി ഒഴുകുന്നത്. താപ്തിയുടെ 3/4 ഒഴുക്കം വരുന്നത് നമ്മുടെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിലൂടെയാണ്. ഏകദേശം 79% ഒഴുക്കെന്ന് പറയുന്നത് മഹാരാഷ്ട്ര കൂടിയാണ്. പിന്നെയുള്ള ഒരു 6% മാത്രമേ അത് ഗുജറാത്തിലൂടെ ഒഴുകുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ പെനിൻസുലാർ റിവർ സിസ്റ്റത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ രണ്ടാമത് ഏറ്റവും നീളം കൂടിയ നദിയാണ് താപ്തി എന്ന് പറയുന്നത്. ഓക്കെ, പെനിൻസുലാർ റിവേഴ്സ് എടുക്കുമ്പോൾ അതിൽ വെസ്റ്റ് ഫ്ലോയിങ്ങിലെ രണ്ടാമത് ഏറ്റവും നീളം കൂടിയ നദിയാണ് താപ്തി. അത് നിങ്ങൾക്ക് ആസ് യൂഷ്വൽ മനസ്സിലാവുന്ന കാര്യമാണ്. നർമ്മദയ്ക്ക് 1312 കിലോമീറ്റർ ആണ് നീളം, താപ്തിക്ക് 724 കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി താപ്തിയോട്ട് ഓർത്തിരിക്കേണ്ട മറ്റു പോയിന്റ് എന്ന് പറയുന്നത് സത്പുരയ്ക്ക് പാരലായിട്ട് സത്പുരയ്ക്ക് സമാന്തരമായിട്ട് ഒഴുകുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? താപ്തി നദി എന്ന് പറയുന്നത്. സത്പുര മലനിരകൾക്ക് സമാന്തരമായിട്ട് ഒഴുകുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ താപ്തി നദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. സത്പുര മലനിരകൾക്ക് പാരലായിട്ട് ഒഴുകുന്ന നദിയാണ് ഏത് നദി എന്ന് പറയുന്നത്? നമ്മുടെ ഈ താപ്തി എന്ന് പറയുന്നത്. നമ്മളന്ന് വിന്ധ്യ സത്പുരയൊക്കെ പറഞ്ഞപ്പോൾ വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലൂടെ നമ്മുടെ നർമ്മദ ഒഴുകുന്നതായിട്ടും സത്പുരയ്ക്ക് താഴെ കൂടെ പാരലായിട്ട് നമ്മുടെ താപ്തി ഒഴുകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ താപ്തി എന്ന് പറയുന്നത് സത്പുര റേഞ്ചിന് പാരലായിട്ട് വരുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? താപ്തി നദി എന്ന് പറയുന്നത്. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദിയാണ് താപ്തി. നർമ്മദയുടെ ഇരട്ട, ട്വിൻ ഓഫ് നർമ്മദ എന്നറിയപ്പെടുന്നതാണ്, നർമ്മദയുടെ ഇരട്ട എന്നൊക്കെ അറിയപ്പെടുന്നതാണ് താപ്തി നദി എന്ന് പറയുന്നത്. അതുപോലെ ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ എന്നറിയപ്പെടുന്നതും താപ്തിയാണ്. ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ എന്നറിയപ്പെടുന്നതും താപ്തിയാണ്, താപ്തി. ഓക്കെ, അതുപോലെ തന്നെ ഗോദാവരിക്കും നർമ്മദയ്ക്കും, അതായത് ഗോദാവരി നദിക്കും നർമ്മദ നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും, ഇതുവഴി ഗോദാവരി ഒഴുകുന്നുണ്ട്, ഇതുവഴി നർമ്മദ ഒഴുകുന്നുണ്ട്. ഈ രണ്ട് നദികൾക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് നദി? താപ്തി നദി. ഗോദാവരി നദിക്കും നർമ്മദ നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് നദി? താപ്തി നദി. ഓക്കെ, ഗോദാവരി നദിക്കും നർമ്മദ നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി നദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് താപ്തിയായിട്ട് നമ്മൾ ജസ്റ്റ് ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, താപ്തി നദി ഉത്ഭവിക്കുന്നത് മുൾട്ടായി പീഠഭൂമിയിൽ നിന്നാണ്. മധ്യപ്രദേശിലെ മുൾട്ടായി പീഠഭൂമിയിൽ നിന്നാണ്. അത് പതിക്കുന്നത് ഗൾഫ് ഓഫ് കാംബെ അറേബ്യൻ സീ. ഗൾഫ് ഓഫ് കാംബെ അറേബ്യൻ സീയിലാണ്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 724 കിലോമീറ്റർ ആണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇത് ഒഴുകുന്നത് മഹാരാഷ്ട്രയിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലൂടെ ഒഴുകുന്ന പെനിൻസുലാർ നദികളിൽ രണ്ടാമത് ഏറ്റവും നീളം കൂടിയ വെസ്റ്റ് ഫ്ലോയിങ് റിവറാണ് താപ്തി എന്ന് നമ്മൾ പറഞ്ഞു. സത്പുരയ്ക്ക് സമാന്തരമായി ഒഴുകുന്ന നദിയാണ് നമ്മുടെ താപ്തി എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ട്വിൻ ഓഫ് നർമ്മദ, നർമ്മദയുടെ ഇരട്ട എന്നും ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ എന്നെല്ലാം അറിയപ്പെടുന്നത് നമ്മുടെ താപ്തി നദിയാണ്, താപ്തി നദി.
അതുപോലെ ഗോദാവരിക്കും നർമ്മദയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് നദി എന്ന് പറയുന്നത്? നമ്മുടെ താപ്തി നദി എന്ന് പറയുന്നത്. ഓക്കെ, നർമ്മദാ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് നദി എന്ന് പറയുന്നത്? നമ്മുടെ താപ്തി നദി എന്ന് പറയുന്നത്. താപ്തി നദി എന്ന് പറയുന്നത്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വച്ചിരിക്കുക. ഇനി നദീതീര പട്ടണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഗുജറാത്തിലെ സൂരറ്റ് ആണ്. ഗുജറാത്തിലെ സൂരറ്റ്. സൂരറ്റ് അറിയപ്പെടുന്നത് എന്ത് സിറ്റി ആയിട്ടാണ്? സൂരറ്റ് അറിയപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്. സൂരറ്റ് എന്ത് സിറ്റി ആയിട്ട് അറിയപ്പെടുന്നത്? അതിന്റെ വിശേഷം വജ്രനഗരം, ഡയമണ്ട് സിറ്റി എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് സൂരറ്റ് എന്ന് പറയുന്നത്. സൂരറ്റ് ഏത് നദിയുടെ തീരത്താണ്? നമുക്ക് നദീതീര പട്ടണം ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് അതുകൂടെ പോകുന്നത്. നദീതീര പട്ടണം സൂരറ്റ് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് താപ്തി നദിയുടെ തീരത്താണ് ഗുജറാത്തിലെ സൂരറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഡയമണ്ട് സിറ്റി എന്നെല്ലാം അറിയപ്പെടുന്ന സൂരറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ താപ്തി നദിയുടെ അടുത്താണ്. താപ്തി നദിക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി എവിടെയാണ് തുടങ്ങിയത്? ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ആരുമില്ല? ന്യൂ ബിലാസ്പുര. അയ്യോ, ഇത് ന്യൂസ് പ്രിന്റ് ഫാക്ടറിയാണ്. ന്യൂസ് പ്രിന്റ് ഫാക്ടറി നേപ്പാനഗർ. നേപ്പാനഗർ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയായ നേപ്പാനഗർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശിലാണ്. ആ നേപ്പാനഗർ എന്ന് പറയുന്നത് താപ്തി നദിയുടെ തീരത്താണ്. ഓക്കെ, താപ്തി നദിയുടെ തീരത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഓർത്തു വച്ചിരിക്കുക. ഒന്ന് സൂരറ്റും മറ്റൊന്ന് നേപ്പാനഗറുമാണ്. നേപ്പാനഗറും. ഓക്കെ, ഇനി പ്രധാനമായിട്ടും നമ്മുടെ താപ്തി നദിക്ക് ട്രിബ്യൂട്ടറീസ് ഉണ്ട്. PSC അധികം ഒന്നും ചോദിച്ചിട്ടില്ല ട്രിബ്യൂട്ടറീസ്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എഴുതി വെച്ചോ. പൂർണ്ണ, അരുണാവതി, പൂർണ്ണ, അരുണാവതി, ഗഞ്ചൽ, ഗിർണ, ഇത്രയുമാണ് നമ്മുടെ താപ്തി നദിയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. പൂർണ്ണ, അരുണാവതി, ഗഞ്ചൽ, ഗിർണ, ഇവ ഇത്രയാണ് പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ താപ്തി നദിയിലെ പ്രധാനപ്പെട്ട ഡാം പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ഉക്കായി ഡാം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഉക്കായി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ റിൻഷി സുഖി നദിയുടെ കാര്യമാണോ ചോദിച്ചേ? അതെ സർ, പോഷക നദിയല്ലേ? അതെ, അതും അതിന്റെ പോഷക നദിയാ. താപ്തിക്കും ഒരുപാട് പോഷക നദികളുണ്ട്. ഞാൻ പിന്നെ പ്രധാനപ്പെട്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ വേറെയുണ്ട്, ബോറി എന്നൊക്കെ പറഞ്ഞ് വേറെയുണ്ട്. ബോറി, അതുപോലെ പഞ്ചഹര എന്നൊക്കെ പറയുന്ന വേറെ നദികളുണ്ട് പ്രധാനപ്പെട്ട. ഓക്കെ, ഗോമായി, ഷീമ കേട്ടില്ല. ഷീമ ഗോമായി. ഓക്കെ. അത് കുറേ ഉണ്ട് അതിന്റെ ട്രിബ്യൂട്ടറീസ്. താപ്തിക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ട്രിബ്യൂട്ടറീസ് നമുക്ക് നെറ്റിൽ അടിച്ചു നോക്കുമ്പോഴേക്കും കിട്ടും. ഇതിൽ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ് ഞാൻ പറഞ്ഞത്. ഗഞ്ചല്, ഗിർണ, അരുണാവതി, പൂർണ്ണ. വേറെയുണ്ട്, ബോറിയുണ്ട്, അതുപോലെ ബത്തല്, അതുപോലെ പാറ്റ്കി, പിന്നെ പഞ്ചഹര എന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ട്രിബ്യൂട്ടറീസ് നമ്മുടെ താപ്തിക്കുണ്ട്. ഓക്കെ, അതുപോലെ താപ്തി നദിയുടെ പ്രധാനപ്പെട്ട ഡാമുകളാണ് ഒന്ന് ഉക്കായി ഡാം, മറ്റൊന്ന് കക്കഡ്, അതുപോലെ കാക്രപ്പാറ ഡാം. ഈ ഉക്കായി ഡാമും കാക്രപ്പാറ ഡാമും അതുപോലെ കക്കഡ് ഡാമും സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ. ഓക്കെ, നമ്മൾ ഈ ഒരു നദികളുടെ ടോപ്പിക്കിനകത്ത് നോക്കുമ്പോൾ ഒരുപാട് ട്രിബ്യൂട്ടറീസും ഒരുപാട് ഡാമുകളും പ്രോജക്റ്റുകളും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, മാക്സിമം പറയാം. നമ്മൾ നോക്കുമ്പോഴേക്കും ഒരുപാട് ഡാമുകളും മറ്റുമൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ പോഷക നദികളും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റിയ കുറേ പേരുകൾ പഠിക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് PSCയുടെ പാറ്റേൺ അനുസരിച്ച് PSC സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമേഖലയിലുള്ള ടോപ്പിക്സ് കൂടെ എടുത്ത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ട്രിബ്യൂട്ടറീസും ഡാംസും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ചിലപ്പോൾ എല്ലാം കൂടെ പഠിച്ച് നമ്മുടെ തല നമ്മൾ ഫുൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് വേറെ പല സ്ഥലം കൂടെ നമുക്ക് നഷ്ടമാവും. അപ്പം
നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു എല്ലാം കൂടെ പഠിച്ച് നിങ്ങൾക്ക് മറന്നു പോകില്ലെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. PSCയുടെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ട്രിബ്യൂട്ടറീസും മറ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അത് വിട്ടുപോകല്ല ഒരിക്കലും. ചിലപ്പോൾ നമ്മൾ അതിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. റെയർ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഈ അല്ലാത്ത ചില ട്രിബ്യൂട്ടറീസിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഉത്കായിയും കക്കഡും ഒക്കെയാണ്. ഉക്കായി കക്കഡ് കാക്രപ്പാറ. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന താപ്തി നദിയിലെ പ്രധാനപ്പെട്ട ഡാമുകൾ എന്ന് പറയുന്നത് ഉക്കായി, കക്കഡ്, കാക്രപ്പാറ. ഉക്കായി, കക്കഡ്, കാക്രപ്പാറ. ഓക്കെ. ഇനി മഹാരാഷ്ട്രയിലും മറ്റ് ഡാമുകളുണ്ട്. അതിന്റെ പേരാണ് നന്ദുരി, അതുപോലെ ഹത്തനൂർ. നന്ദുരിയും ഹത്തനൂറും അത് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ഡാമുകളാണ് നന്ദുരിയും ഹത്തനൂറും. നന്ദുരി NANDURI, ഹത്തനൂർ HATNUR. ഓക്കെ, ഇത്രയുമാണ് താപ്തി നദിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ ഒന്നുകൂടെ താപ്തി പറയാം. താപ്തി നദിയുടെ മറ്റൊരു പേരുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, സൂര്യപുത്രി എന്ന് താപ്തി അറിയപ്പെടും. അതുപോലെ തപി എന്നും അറിയപ്പെടും. താപ്തി നദി താപി എന്ന് അറിയപ്പെടും, സൂര്യപുത്രി എന്നൊക്കെ അറിയപ്പെടും. ഓക്കെ, താപി താപ്തിയിലെ ടി അങ്ങ് മാറ്റിയാൽ മതി. TAPI താപി. ഓക്കെ, താപ്തി നദി ഉത്ഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു മുട്ടായി പീഠഭൂമിയിലാണ്. മധ്യപ്രദേശിലെ മുട്ടായി പീഠഭൂമിയിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത് എന്ന കാര്യം നമ്മൾ പറഞ്ഞു. താപ്തി നദി പതിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗൾഫ് ഓഫ് കാംബെയാണ്, അറേബ്യൻ സീ ഗൾഫ് ഓഫ് കാംബെയാണ്. നീളമെന്ന് പറയുന്നത് 724 കിലോമീറ്റർ ആണ്. നമ്മൾ അതിൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇത് ഒഴുകുന്നത് നമ്മുടെ മഹാരാഷ്ട്രയിൽ കൂടെയാണ് ഒഴുകുന്നതെന്ന് പറഞ്ഞു. ഇനി ഇത് വെസ്റ്റിലോട്ട് ഒഴുകുന്ന നദികളിൽ പെനിൻസുലാർ റിവറുകളിൽ രണ്ടാമത് ഏറ്റവും നീളം കൂടിയ നദിയാണ് താപ്തി നദി എന്ന് പറഞ്ഞു. അതുപോലെ സത്പുര റേഞ്ചിന് പാരലായിട്ട് ഒഴുകുന്ന നദി കൂടെയാണ് ഏത് നദി? താപ്തി നദി എന്ന് നമ്മൾ പറഞ്ഞു. നർമ്മദാ നദിയുടെ നർമ്മദയുടെ ഇരട്ട. അതുപോലെ ഇത് ഗോദാവരി നദിക്കും നർമ്മദാ നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നതും താപ്തിയാണ്. നദീതീരത്തുള്ള പട്ടണങ്ങൾക്ക് നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങളാണ് ഒന്ന് സൂരറ്റ്, അതുപോലെ നേപ്പാ നഗർ. സൂരറ്റ് ഗുജറാത്തിലാണ്, നേപ്പാ നഗർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്. നേപ്പാ നഗർ കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുകയാണ്. നേപ്പാ നഗർ മധ്യപ്രദേശിലെ നേപ്പാ നഗറും ഏതിന്റെ തീരത്താണെന്ന് ചോദിച്ചാൽ താപ്തി നദിയുടെ തീരത്താണ്. അതുപോലെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസിന്റെ പേര് നമ്മൾ പറഞ്ഞു, പൂർണ്ണ, അരുണാവതി, ഗഞ്ചൽ, ഗർണ. അതുപോലെ നമ്മൾ സുഖിയും അതുപോലെ വേറെയും പലതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ഡാമുകൾ എന്ന് പറയുന്നത് ഒന്ന് ഉത്കായി ഡാമാണ്. ഉത്കായി ഡാം ഗുജറാത്തിലാണ്. അതുപോലെ കക്കഡ് ഡാം ഗുജറാത്തിലാണ്. അതുപോലെ കാക്രപ്പാറ ഡാം. ഈ ഉക്കായും കാക്രപ്പാറയും PSC ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഉക്കായും കാക്രപ്പാറയും അത് ഗുജറാത്ത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നന്ദുരി ഡാമും ഹത്തനൂർ ഡാമും അത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. നന്ദുരി ഡാമും ഹത്തനൂറും സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ ആണല്ലോ, നമുക്ക് അടുത്തതിലോട്ട് പോകാമല്ലോ. ഓക്കെ, അടുത്ത നദിയാണ് ലൂണി നദി. ലൂണി. ഓക്കെ, ലൂണി നമ്മുടെ വെസ്റ്റ് ഫ്ലോയിങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട നദി കൂടെയാണ് ലൂണി നദി എന്ന് പറയുന്നത്. ലൂണി നദി. ഓക്കെ, ലൂണി നദി എന്ന് പറയുന്നത് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ആരവല്ലി മലനിരകളുടെ വെസ്റ്റേൺ പാർട്ടിൽ കൂടെയാണ് ഏത് ഉത്ഭവിക്കുന്നത്? ലൂണി ഉത്ഭവിക്കുന്നത്. നമുക്കതെല്ലാം അറിയാം. ആരവല്ലി മലനിര ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ആരവല്ലി മലനിരയുടെ വെസ്റ്റേൺ സൈഡിൽ നിന്ന് വരുന്ന ഒരു നദിയാണ് ലൂണി നദി. ഉത്ഭവിക്കുന്നത് പുഷ്കർ വാലിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇതിന്റെ ഈ ഒരു ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. അതായത് രണ്ട് നദികൾ ഒഴുകിച്ചേർന്നിട്ട് പിന്നീട് ഫോം ചെയ്യുന്ന ഒന്നാണ് ലൂണി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതായത് രാജസ്ഥാനിലെ ഗോവിന്ദ് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അത് ലൂണിയായിട്ട് ഒഴുകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടുന്ന് സരസ്വതി എന്ന നദിയും അതുപോലെ സബർമതി എന്ന് പറയുന്ന നദിയും, ഈ രണ്ട് നദികളും ഒഴുകി ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് ലൂണിയായിട്ട് മാറുന്നത്. അത് രാജസ്ഥാനിലെ ഗോവിന്ദ് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നും
പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് PSCയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്രയും മതി. പുഷ്കർ വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നമ്മുടെ ലൂണി നദി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എവിടെയാണ് പതിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് ഇത് ചെന്ന് പതിക്കുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏത് വന്ന് പതിക്കുന്നത്? ലൂണി നദി വന്ന് പതിക്കുന്നത്. സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ രാജസ്ഥാനും ഗുജറാത്തും. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനും ഗുജറാത്തും. ഓക്കെ, താർ ഡെസർട്ടിൽ കൂടെ ഒഴുകുന്ന നദി, ഇല്ലെങ്കിൽ മരുസ്ഥലി ഭാഗ റീജിയനിലൂടെ ഒഴുകുന്ന നദി, ഇവയൊക്കെ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ലൂണി നദിയാണ്. മരുസ്ഥലി ഭാഗ റീജിയനിലൂടെ ഒഴുകുന്ന നദിയായാലും അതുപോലെ തന്നെ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാലും അതിനെല്ലാം ഉത്തരം ഏതാണ്? ലൂണി നദിയാണ്. ലൂണി നദി. ഓക്കെ, ലൂണി നദിക്ക് അറിയപ്പെടുന്ന മറ്റ് പ്രധാനപ്പെട്ട പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാവുന്ന ഒരു പേരൊന്ന് കമന്റ് ചെയ്തേ പെട്ടെന്ന്. ലൂണി നദിക്ക് അറിയാവുന്ന മറ്റൊരു പേര്? സാൾട്ട് റിവർ. മനോജെ വേറൊരെണ്ണം പറ. കേട്ടില്ല അഖില. സാഗർമതി. അതെ, സാഗർമതി. അതായത് ലൂണി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സാഗർമതിയും അതുപോലെ തന്നെ ലബണവാരിയും. സാഗർമതി ഉത്ഭവസ്ഥാനത്ത് സാഗർമതി എന്ന പേരിൽ അറിയപ്പെടും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇത്രയും ഓർത്തു വെച്ചിരിക്കുക. ലൂണി നദിയുടെ മറ്റു പേരുകളാണ് സാഗർമതിയും അതുപോലെ തന്നെ ലബണവാരിയും. അതുപോലെ തന്നെ മനോജ് പറഞ്ഞ സാൾട്ട് റിവർ എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ലൂണി നദിയാണ്. സാൾട്ട് റിവർ എന്നറിയപ്പെടുന്നു, സാഗർമതി എന്നറിയപ്പെടുന്നു, ലബണവാരി എന്നറിയപ്പെടുന്നു. ഈ 3 പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് ലൂണി നദി എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പുഷ്കർ വാലിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആരവല്ലി മലനിരകളുടെ വെസ്റ്റേൺ സൈഡിൽ നിന്നാണ്. എവിടെ പതിക്കുമെന്ന് ചോദിച്ചാൽ റാൻ ഓഫ് കച്ച് ഗുജറാത്തിലാണ് പതിക്കുന്നത്. ഇതൊരു കരബന്ധിത നദിയാണ്, ഇല്ലെങ്കിൽ ലാൻഡ് ലോക്ക്ഡ് റിവർ ആണ്. അതായത് ഒരു കരയിൽ നിന്ന് ഉത്ഭവിച്ച് അത് ഒരു കരയിൽ തന്നെ ചെന്ന് തീരുകയാണ്. ഒരു കടലുമായിട്ടോ മറ്റൊന്നുമായിട്ടോ ഇതിന് ബന്ധമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്തെന്ന് പറയുന്നത്? കരബന്ധിത നദി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഉപ്പ് രസം കൂടുതൽ കാണപ്പെടുന്ന നദി ആയതുകൊണ്ടാണ്, നമ്മൾ മിനറൽസ് ഒരുപാട് കാണപ്പെടുന്ന നദി ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ലബണവാരി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഈ ഒരു രാജസ്ഥാനിലൂടെ ഇത് ഒഴുകി തുടങ്ങുന്ന സ്ഥലത്ത് മുതൽ ഇതിന്റെ ഒരു ഉപ്പുരസം ചേർന്ന നദിയല്ല നമ്മുടെ ലൂണി നദി എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ ബാൾട്ടോര എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ഈ ബാൾട്ടോര റീജിയൻ വരെ ഈ ലൂണി നദി എന്ന് പറയുന്നത് ഒരു ശുദ്ധജലമാണ്. അതിനുശേഷമാണ് ഇത് ഉപ്പുരസമുള്ളതായിട്ട് മാറപ്പെടുന്നത്. ഓക്കെ, അപ്പൊ രാജസ്ഥാനിലെ ബാൾട്ടോര റീജിയൻ വരെ എന്ത് ജലമാണെന്ന് ചോദിച്ചാൽ ശുദ്ധജലമാണ്. അതിനുശേഷമാണ് നമ്മുടെ ലൂണി നദിക്ക് ഉപ്പുരസം കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കരബന്ധിത നദി കൂടെയാണ് ഏത് നദി എന്ന് പറയുന്നത്? ലൂണി എന്ന് പറയുന്നത്. 482 കിലോമീറ്റർ ആണ് ലൂണി നദിയുടെ നീളം എന്ന് പറയുന്നത്. 482 കിലോമീറ്റർ. ഓക്കെ, ബാൾട്ടോര റീജിയൻ വരെ ലൂണി നദിയുടെ ഉപ്പുരസം ഇല്ലാത്ത നദിയാണ്, ശുദ്ധജലമാണ്. അതിനുശേഷമാണ് ഉപ്പുരസം കാണപ്പെടുന്നത്. അപ്പോൾ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്, അതുപോലെ മരുസ്ഥലി ഭാഗ റീജിയനിലൂടെ ഒഴുകുന്ന നദിയാണ്. പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ, ലൂണി നദിയുടെ തീരത്തുള്ള പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ അജ്മീർ ആണ്. ലൂണി നദിയുടെ തീരത്തുള്ള പട്ടണം ചോദിച്ചാൽ അജ്മീർ ആണ്. ലൂണി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് അജ്മീർ. ഓക്കെ, ലൂണി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് അജ്മീർ. ഓക്കെ, ഇതിനും ഒരുപാട് പോഷക നദികളുണ്ട്. പക്ഷെ PSC ഇതുവരെയും ലൂണി നദിയുടെ പോഷക നദികളൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. സുക്രി, മിത്രി, അതുപോലെ ജവായി, ജോജജി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോഷക നദികൾ നമ്മുടെ ലൂണി നദിക്കും ഉണ്ട്. പക്ഷെ ലൂണി നദിയുടെ പോഷക നദികളൊന്നും ഇതുവരെയും PSC ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ വേണമെങ്കിൽ. ഇത് സുക്രി, അതുപോലെ മിത്രി, അതുപോലെ ജവായി, ഇവയൊക്കെ ഇതിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്. സുക്രി, അതുപോലെ ജവായി, അവയൊക്കെ ലൂണി നദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലൂണി നദിയോട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. ലൂണി നദി നമുക്ക് ഇത്രയും കുറച്ചേ ലൂണി നദിയോട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. ഒന്ന്, ലൂണി നദി ഉത്ഭവിക്കുന്നത് ആരവല്ലി മലനിരകളുടെ വെസ്റ്റേൺ സൈഡിൽ നിന്നാണ്. ആരവല്ലിയുടെ വെസ്റ്റേൺ സൈഡിൽ നിന്നാണ്, പുഷ്കർ വാലിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത് പതിക്കുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ്. 482 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജസ്ഥാനും ഗുജറാത്തുമാണ്. ഈ 2 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് ഒഴുകുന്നത്. പഴയ പേരുകൾ അല്ലെങ്കിൽ മറ്റു പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സാഗർമതി, ലബണവാരി, ഉപ്പ് നദി എന്നെല്ലാം അറിയപ്പെടുന്നത് നമ്മുടെ ഈ ഒരു ലൂണി നദിയാണ്. ഓക്കെ, രാജസ്ഥാനിലെ ബാൾട്ടോര റീജിയൻ വരെ ഇത് ശുദ്ധജലമാണ് വഹിക്കുന്നത്. അതിനുശേഷമാണ് ഇത് ഉപ്പ് രസമുള്ളതായിട്ട് മാറുന്നത്.
താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയെന്നും മരുസ്ഥലി ഭാഗ റീജിയനിലൂടെ ഒഴുകുന്ന നദിയെന്നും അറിയപ്പെടുന്നത് ലൂണി നദിയാണ്. കരബന്ധിത നദിയാണ് ലൂണി നദി എന്ന് പറയുന്നത്. ഇതിന്റെ തീരത്തുള്ള പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ അജ്മീർ ആണ്. അജ്മീർ 482 കിലോമീറ്റർ ആണ് ലൂണി നദിയുടെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, പട്ടണം എന്ന് പറയുന്നത് നമ്മുടെ അജ്മീർ ആണ്. അജ്മീർ ആണ് പട്ടണം. ഓക്കെ, നമ്മുടെ നീളം ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 511 കിലോമീറ്റർ എന്നും ചില പുസ്തകത്തിനകത്ത് കാണും. ഓക്കെ, 429 കിലോമീറ്റർ ആണ് ഇതിന്റെ 482 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ വെസ്റ്റേൺ സൈഡിലുള്ള 3 നദികളെ കുറിച്ച് പഠിച്ചു. നർമ്മദ പഠിച്ചു, താപ്തി പഠിച്ചു, അതുപോലെ ലൂണി പഠിച്ചു. ഇനി ഒരു നദി കൂടെ നിങ്ങൾ വെസ്റ്റേൺ സൈഡിലോട്ട് ഒഴുകുന്ന ഒരു നദി കൂടെ ഒന്ന് പഠിക്കുക. അതാണ് മാഹി നദി. ഈ മാഹി നദിയുടെ പ്രത്യേകത എന്താണ്? മാഹി നദിയുടെ പ്രത്യേകത നമ്മൾ ജോഗ്രഫി തുടങ്ങിയ ക്ലാസ്സിൽ പറഞ്ഞൊരു പോയിന്റാണ്. ജോഗ്രഫിയുടെ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പറഞ്ഞൊരു പോയിന്റാണ് മാഹി നദി എന്ന് പറയുന്നത്. നേപ്പാളും ഇന്ത്യയും തമ്മിൽ അതിർത്തി പങ്കിടുന്നതാണോ സർ? ഏതൊക്കെ? നേപ്പാളായിട്ട് മാഹി നദി. അതുല്യ പറഞ്ഞു. മാഹി നദി എന്ന് പറയുന്നത് മധ്യപ്രദേശിലുള്ള ഒരു നദിയാണ്. മാഹി നദി എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമാണ്? വേറെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ട്രോപ്പിക് ഓഫ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ മാഹി റിവർ പറഞ്ഞത്. അതും അതുല്യ തന്നെ പറഞ്ഞു. വേറെ ആരും ഇല്ലേ ഇവിടെ? ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ 2 തവണ മുറിച്ചു കിടക്കുന്ന നദിയാണ് ഏത് നദി? മാഹി നദി. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ് ആണ്. അപ്പൊ മാഹി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിലെ വിന്ധ്യ റേഞ്ചിൽ നിന്നാണ്, വിന്ധ്യ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് മാഹി നദി എന്ന് പറയുന്നത്. ഇത് പതിക്കുന്നതും അറേബ്യൻ സീ, ഗൾഫ് ഓഫ് കമ്പത്തിലാണ് പതിക്കുന്നത്. അറേബ്യൻ സീ, ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കമ്പത്തിലാണ്. അറേബ്യൻ സീയിലോട്ടാണ് ഏതും പതിക്കുന്നത്, മാഹി നദിയും പതിക്കുന്നത്. മധ്യപ്രദേശിലൂടെ പോയതിനു ശേഷം അവിടുന്ന് രാജസ്ഥാനിലോട്ട് കയറിയതിനു ശേഷം പിന്നെ ഗുജറാത്ത് വഴി എങ്ങോട്ട് പോകുന്നുണ്ട്? നമ്മുടെ അറേബ്യൻ സീയിലോട്ട് പോകുന്നുണ്ട്. അതാണ് നമ്മുടെ മാഹി റിവറിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. മധ്യപ്രദേശിൽ നിന്ന് രാജസ്ഥാനിലോട്ട് കയറി, രാജസ്ഥാനിൽ നിന്നാണ് ഇത് ഗുജറാത്ത് വഴി എങ്ങോട്ട് പോകുന്നത്? നമ്മുടെ ഇത് അറേബ്യൻ സീയിലോട്ട് ഇത് പതിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഇത് ഏത് പട്ടണമാണ്? ഇതിന്റെ തീരത്തുള്ള പട്ടണം ചോദിച്ചാൽ വഡോദരയാണ്. ഗുജറാത്തിലെ വഡോദരയാണ് നമ്മുടെ ഈ മാഹി റിവറിന്റെ തീരത്തുള്ള പട്ടണം എന്ന് പറയുന്നത്. വഡോദരയാണ്. ഗുജറാത്തിലെ വഡോദര സ്ഥിതി ചെയ്യുന്നത് മാഹി നദിയുടെ തീരത്താണ്. ഗുജറാത്തിലെ വഡോദര സ്ഥിതി ചെയ്യുന്നത് മാഹി നദിയുടെ തീരത്തിലാണ്. ഓക്കെ, 580 കിലോമീറ്റർ ആണ് ഇതിന്റെ മാഹി റിവറിന്റെ ഏകദേശം നീളം എന്ന് പറയുന്നത്. 580 കിലോമീറ്റർ ആണ് മാഹി നദിയുടെ നീളം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങള്. മാഹി നദി എന്ന് പറയുന്നത് എവിടെയാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലെ വിന്ധ്യ റേഞ്ചിലാണ് ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിലെ വിന്ധ്യ റേഞ്ചിലാണ് മാഹി റിവർ ഉത്ഭവിക്കുന്നത്. ഓക്കെ, ഈ മാഹി റിവർ അവിടെ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് രാജസ്ഥാനിലോട്ട് കയറും. രാജസ്ഥാനിൽ നിന്നാണ് ഗുജറാത്ത് വഴി എങ്ങോട്ട് പതിക്കുന്നത്? അറേബ്യൻ സീയിലോട്ട് പതിക്കുന്നത്. ഓക്കെ, മാഹി റിവർ മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച് രാജസ്ഥാനിലോട്ട് ഒഴുകുന്നു. രാജസ്ഥാനിൽ നിന്നാണ് ഗുജറാത്ത് വഴി എങ്ങോട്ട് പോകുന്നത്? ഗൾഫ് ഓഫ് കമ്പത്ത് വഴി അറേബ്യൻ സീയിൽ പതിക്കുന്നത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഗൾഫ് ഓഫ് കമ്പത്ത്. മാഹി നദിയുടെ തീരത്തുള്ള പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ അത് വഡോദരയാണ്. മാഹി നദിയുടെ തീരത്തുള്ള പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ അത് വഡോദരയാണ്. വഡോദര. ഓക്കെ, വഡോദര എന്ന് പറയുന്നത് ഗുജറാത്തിലെ സ്ഥലമാണ്. വഡോദരയാണ് നമ്മുടെ മാഹി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം എന്ന് പറയുന്നത്. വഡോദരയാണ്. ഓക്കെ, 580 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. 580 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിലെ പ്രധാനപ്പെട്ട നദികളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നർമ്മദ, താപ്തി, അതുപോലെ ലൂണിയും മാഹിയും.
എല്ലാവരും ഓക്കെ അല്ലേ? ഇതൊന്നും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഇത്രയും ഓക്കെ ആണല്ലോ? ഇതുവരെ പറഞ്ഞതിൽ സംശയങ്ങളും ഇല്ലല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാ? മൈക്കലാനിരകൾ. മൈക്കലാനിരകൾ. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളോട് ഒരു 5 ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഒരുമിച്ച് കമന്റ് ചെയ്താൽ മതി. നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. കോമേറ്റ് എഴുതിയാൽ മതി. എന്നിട്ട് അവസാനം 5 ക്വസ്റ്റിനും പറഞ്ഞതിന് ശേഷം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, നർമ്മദാ നദി പതിക്കുന്നത് നമ്മുടെ അറബിക്കടലിലാണ്. ആ പതിക്കുന്ന സ്ഥലത്തിനൊരു പേര് ഞാൻ പറഞ്ഞു. ഗൾഫ് ഓഫ് ഏതാണെന്ന് ഞാൻ പറഞ്ഞു. അതേതാണ്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ എത്ര അടിയാണ് ഉയരം? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ എത്ര അടിയാണ് അതിന്റെ ഹൈറ്റ്? ഓക്കെ. അടുത്ത്, താപ്തി നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? താപ്തി നദി ഒഴുകുന്നത് ഏറ്റവും കൂടുതൽ ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ലൂണി നദി ഉത്ഭവിക്കുന്നത് ഏത് മലനിരകളിൽ നിന്നാണ്? ലൂണി നദി ഉത്ഭവിക്കുന്നത് ഏത് മലനിരകളുടെ വെസ്റ്റേൺ പാർട്ടിൽ നിന്നാണ്? ആ മലനിരയുടെ പേര് എഴുതിയാൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം, മാഹി നദി ഏത് പട്ടണത്തിന്റെ തീരത്തൂടെയാണ് ഒഴുകുന്നത്? മാഹി നദി ഏത് പട്ടണത്തിന്റെ തീരത്തൂടെയാണ് ഒഴുകുന്നത്? അവസാനത്തെ ചോദ്യം, മാഹി നദി ഏത് പട്ടണത്തിന്റെ തീരത്തൂടെയാണ്? കമന്റ് ഇട്ടോ? അപ്പൊ പിന്നെ എല്ലാവരും ഇട്ടോ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ പ്രധാനമായിട്ടും നദികളുടെ ഒരു വലിയ പാർട്ടാണ് കഴിഞ്ഞ്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചതെന്ന് പറയുന്നത് നർമ്മദാ നദിയുടെ ഉത്ഭവം എവിടെയാണെന്ന് ചോദിച്ചാൽ മൈക്കലാ നിരകളിലാണ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്, നർമ്മദാ നദി ഉത്ഭവിക്കുന്ന സ്ഥലം, പതനം, അതുപോലെ അത് എത്ര കിലോമീറ്റർ നീളം, ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു, പട്ടണം, അതുപോലെ വെള്ളച്ചാട്ടം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ഡാമുകളുടെ പേരൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. നമുക്കപ്പോൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാമല്ലോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിനെ പറ്റിയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിനെ പറ്റിയാണ്. ഓക്കെ. ഈ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഷാജി ഹസീന മൈക്ക് മ്യൂട്ട് ചെയ്തേക്കോ. നമ്മുടെ ഈ ഒരു നദികൾ പഠിക്കുന്ന സമയത്ത്, നദികളല്ല, ആ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ പഠിക്കുന്ന സമയത്ത് അതിന്റെ അടിയിൽ ഉള്ള ഫീറ്റിലുള്ള കണക്കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കും. കാരണം ഇപ്പൊ PSC ചോദിക്കുന്നത് എല്ലാവർക്കും മീറ്റർ എത്രയാണെന്ന് അറിയാം. ഹൈറ്റ് ഈ അടിയിലായിരിക്കും, ഫീറ്റിലായിരിക്കും ഉള്ളത് എല്ലാവർക്കും സംശയം. അതുകൊണ്ട് PSC ഇപ്പൊ ചോദിക്കുന്ന അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും PSC കൂടുതൽ ചോദിക്കുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന നദിയാണ് മഹാനദി. നമ്മുടെ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് നമ്മൾ ഫസ്റ്റ് നോക്കിയപ്പോൾ ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിലെ ഏറ്റവും മുകളിൽ കൂടെ ഒഴുകുന്ന നദിയാണ്, ഏറ്റവും നോർത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മഹാനദി എന്ന് പറയുന്നത്. മഹാനദിക്ക് താഴെ പിന്നെ ഗോദാവരിക്ക് താഴെ കൃഷ്ണയ്ക്ക് താഴെയാണ് കാവേരി. അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടുള്ള നദികളുടെ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ഇതിങ്ങനെയാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് മഹാനദിയെ കുറിച്ചാണ്. മഹാനദി. ഓക്കെ. മഹാനദി എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഛത്തീസ്ഗഡ്, ഇത് ഛത്തീസ്ഗഡ് സംസ്ഥാനമാണ്. ഈ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇതിൽ മൈക്കലാ റേഞ്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. മൈക്കലാ റേഞ്ച് നല്ല ഇങ്ങനെ പഠിച്ചാൽ മതി. സിഹാവ കുന്നുകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. സിഹാവ കുന്നുകൾ, ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലുള്ള സിഹാവ മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മഹാനദി ഉത്ഭവിക്കുന്നത്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സംശയം വരും. നിങ്ങളുടെ പുസ്തകങ്ങൾക്ക് ചിലപ്പോൾ മൈക്കലാ റേഞ്ച് എന്നും കാണും, ചില ബുക്കിനകത്തൊക്കെ മൈക്കലാ റേഞ്ച് എന്ന് കാണും. പക്ഷേ ഇപ്പോൾ PSCയുടെ ഉത്തരം എന്ന് പറയുന്നത് സിഹാവ കുന്നാണ്. അതായത് നമ്മൾ പ്ലാറ്റ്യൂ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആ വിന്ധ്യ സത്പുരയിൽ ഇടയിലുള്ള മൈക്കലാ റേഞ്ചിൽ നിന്ന് നമ്മൾ ഒരു സൈഡിലോട്ട് പോകുന്ന നർമ്മദയുടെ കാര്യം പറഞ്ഞു, അടുത്ത സൈഡിൽ നിന്ന് നമ്മുടെ മഹാനദി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ മഹാനദി വരുന്നത് മൈക്കലാ റേഞ്ചിന്റെ
ലെഫ്റ്റ് സൈഡിലോട്ട് ഈസ്റ്റേൺ സൈഡിലോട്ടാണ് ഒഴുകുന്നത്. ഈസ്റ്റേൺ സൈഡിലോട്ട് ഒഴുകിയതിന് ശേഷം ഈസ്റ്റിലോട്ട് പോയതിനു ശേഷം അതൊരു കുന്നുണ്ട്, സിഹാവ കുന്ന്, അതുവഴി റായ്പൂർ ഡിസ്ട്രിക്ട് വഴി ഛത്തീസ്ഗഡിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. സിഹാവ കുന്നുകളിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്? മഹാനദി ഉത്ഭവിക്കുന്നത്. മഹാനദി ഉത്ഭവിക്കുന്നത് സിഹാവ കുന്നുകളിൽ നിന്നാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്തും കിടക്കുന്നത് മൈക്കല റേഞ്ച് എന്ന് തന്നെയാണ്. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്തും കിടക്കുന്നത് മൈക്കല റേഞ്ച് എന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഓപ്ഷനകത്ത് മൈക്കല റേഞ്ച് ഇല്ല, സിഹാവ കുന്നുകളാണ് ഓപ്ഷനിലുള്ളതെങ്കിൽ അങ്ങനെ തന്നെ എഴുതണം, സിഹാവ കുന്നുകൾ. ഓക്കെ, അപ്പോൾ മഹാനദി ഉത്ഭവിക്കുന്നത് സിഹാവ കുന്നുകളാണ്. സിഹാവ കുന്നുകൾ റായ്പൂർ ഡിസ്ട്രിക്റ്റ് ആണ്, ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ ഏതാണ്? റായ്പൂർ ആണ്, നമുക്കറിയാം. അപ്പോൾ ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിഹാവ കുന്നുകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഇത് പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. ഇത് പതിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബേ ഓഫ് ബംഗാളിലാണ്. ബേ ഓഫ് ബംഗാളിലാണ് ഇത് പതിക്കുന്നത്. ഓക്കെ, പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. ഉത്ഭവിക്കുന്നത് സിഹാവ കുന്നുകളാണ്, സിഹാവ കുന്നുകൾ. ഓക്കെ, ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് മഹാനദി ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗറും ഒഡീഷയും. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് മഹാനദി ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗറും ഒഡീഷയും. ഓക്കെ, ഒഡീഷയുടെ ഏറ്റവും നീളം കൂടിയ, ഒഡീഷയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത് നദി? മഹാനദി. ഒഡീഷയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ്, ഒഡീഷയിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മഹാനദിയാണ്. സോറോ ഓഫ് ഒഡീഷ എന്നറിയപ്പെടുന്നതും ഏതാണ്? മഹാനദിയാണ്. സോറോ ഓഫ് ഒഡീഷ എന്നറിയപ്പെടുന്നതും മഹാനദിയാണ്. ഓക്കെ, സോറോ ഓഫ് ഒഡീഷ എന്നറിയപ്പെടുന്നതും മഹാനദിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മഹാനദിയുടെ ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഒന്ന്, മഹാനദി ഉത്ഭവിക്കുന്നത് സിഹാവ കുന്നുകളാണ്. സിഹാവ കുന്നുകൾ റായ്പൂർ ഡിസ്ട്രിക്റ്റ്, ഛത്തീസ്ഗഡ് ആണ്. മൈക്കല മലനിര എന്നാണ് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്തും കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓപ്ഷനിൽ മൈക്കല റേഞ്ച് ഇല്ലെങ്കിൽ സിഹാവ കുന്നുകൾ വേണം ഉത്തരമായിട്ട് എഴുതേണ്ടത്. അതുപോലെ പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. സംസ്ഥാനങ്ങൾ ഒഡീഷയുമാണ്. ഒഡീഷയിലെ ഏറ്റവും വലിയ നദിയാണ് നമ്മുടെ മഹാനദി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നതും മഹാനദിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇന്ത്യയുടെ ദുഃഖം ഏത് നദിയാണ്? ഇന്ത്യയുടെ ദുഃഖം കോസി. ബീഹാറിന്റെ ദുഃഖം കോസി. ബംഗാളിന്റെ ദുഃഖം ദാമോദർ. ഒഡീഷയുടെ ദുഃഖം മഹാനദി. അങ്ങനെയാണെങ്കിൽ ദുഃഖ നദി എന്നറിയപ്പെടുന്ന ഏതാണ്? ദുഃഖ നദി. വെറും ദുഃഖ നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ദാമോദറാണ്. ദുഃഖ നദി എന്നറിയപ്പെടുന്നതും ദാമോദറാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നതും ദാമോദറാണ്. ദുഃഖ നദി എന്നറിയപ്പെടുന്നതും ദാമോദറാണ്. പക്ഷേ ഇന്ത്യയുടെ ദുഃഖം ചോദിച്ചാൽ കോസിയാണ്, കോസി. ചൈനയുടെ ദുഃഖം ഏതാണ്? ചൈനയുടെ ദുഃഖം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചൈനയുടെ ദുഃഖം ഹൊയാങ്ഹോയാണ് ചൈനയുടെ ദുഃഖം. ചൈനയുടെ ദുഃഖം ഹൊയാങ്ഹോയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പം നമ്മൾ മഹാനദിയാണ് പറഞ്ഞത്. മഹാനദിയിൽ നമ്മൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് പറഞ്ഞു. ഓക്കെ, 858 കിലോമീറ്റർ ആണ് ഏതിന്റെ നീളം എന്ന് പറയുന്നത്? മഹാനദിയുടെ നീളം എന്ന് പറയുന്നത് 858 കിലോമീറ്റർ ആണ് മഹാനദിയുടെ നീളം എന്ന് പറയുന്നത്. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് 857 കിലോമീറ്റർ എന്നാണ് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത്. SCERT സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത് 857 കിലോമീറ്റർ എന്നാണ് മഹാനദിയുടെ നീളം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം മഹാനദി 857 അല്ലെങ്കിൽ 858 കിലോമീറ്റർ ആണ് മഹാനദിയുടെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, ടോളമിയുടെ വർക്കിൽ മഹാനദിയെ കുറിച്ച് മാനഡ എന്നാണ് പറയുന്നത്. ടോളമിയുടെ പുസ്തകത്തിനകത്ത് മഹാനദിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് മാനഡ എന്നാണ് മഹാനദിയെ. ടോളമിയുടെ പുസ്തകത്തിനകത്ത് ടോളമി പറഞ്ഞിരിക്കുന്നത് മഹാനദിയെ മാനഡ എന്നാണ്. മാനഡ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും മഹാനദിയിലോട്ട് പോവാം. മഹാനദിയുടെ ട്രിബ്യൂട്ടറീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറിയാണ് ഷിയോനാഥ്. ട്രിബ്യൂട്ടറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറി ആണ് ഏതെന്ന് പറയുന്നത്? ഷിയോനാഥ്. ഷിയോനാഥ് എന്ന് പറയുന്നത് ഛത്തീസ്ഗറിൽ തന്നെ ഉത്ഭവിച്ച് ഛത്തീസ്ഗറിൽ നിന്ന് നമ്മുടെ മഹാനദിയിലോട്ട് ചേരുന്നതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് ഇത് ഷിയോനാഥ് എന്ന് പറയുന്നത്. ഷിയോനാഥ് എന്ന് പറയുന്നത് ഛത്തീസ്ഗറിൽ നിന്ന് ഉത്ഭവിച്ച് തന്നെ നമ്മുടെ ഛത്തീസ്ഗറിൽ വെച്ച് തന്നെ മഹാനദിയോട്ട് കൂടിച്ചേരുന്ന ഒരു ട്രിബ്യൂട്ടറിയാണ് ഏതെന്ന് പറയുന്നത്? ഷിയോനാഥ് എന്ന് പറയുന്നത്.
നമ്മുടെ മഹാനദിയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ആണ് ഷിയോനാഥ് എന്ന് പറയുന്നത്. മഹാനദി നദിയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷിയോനാഥ് ആണ്. ഷിയോനാഥിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ്. ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഏതെന്ന് പറയുന്നത്? ഷിയോനാഥ് എന്ന് പറയുന്നത്. ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ് എന്ന് പറയുന്നത്. ഈ ഷിയോനാഥ് നദി എന്ന് പറയുന്നത് 20 വർഷത്തേക്കാണ് അന്ന് ഈ സ്വകാര്യവൽക്കരിക്കപ്പെടുന്നത്. അതായത് റേഡിയസ് വാട്ടർ ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി, കൈലാസ് സോണി എന്ന് പറയുന്ന ആൾക്കാണ് ഈ ഇത് സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആ നദി അതിന്റെ ഒരു ഇത് പോകുന്നത്. പക്ഷെ അന്ന് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ആൾക്കാരെല്ലാം പ്രക്ഷോഭം ഉണ്ടാക്കുകയും ഇതിനെ പിന്നീട് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ കൈലാസ് സോണി. ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷിയോനാഥ് ആണ്. ഷിയോനാഥ് വ്യക്തിയുടെ പേരൊന്നുകൂടെ. കൈലാസ് സോണി. കമ്പനിയുടെ പേര് റേഡിയസ് വാട്ടർ ലിമിറ്റഡ് കമ്പനി. ഓക്കെ, അപ്പോൾ ഷിയോനാഥിന്റെ മഹാനദിയുടെ ഒരു പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി, അതുപോലെ തന്നെ മഹാനദിയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറിയാണ് ഏതെന്ന് പറയുന്നത്? ഷിയോനാഥ് എന്ന് പറയുന്നത്. ഷിയോനാഥ് ഛത്തീസ്ഗഡ് ജില്ലയിൽ നിന്ന് തന്നെ, ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നതും ഛത്തീസ്ഗഡിൽ വെച്ച് തന്നെ അത് ഏതോട്ട് ചേരുന്നു? മഹാനദിയുമായിട്ട് ചേരുന്നു. ഇതിൽ ഓർക്കേണ്ട പോയിന്റ്, ഷിയോനാഥ് ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി എന്ന് പറയുന്നത്. അത് റേഡിയസ് വാട്ടർ ലിമിറ്റഡ് കമ്പനിയാണ്. കൈലാസ് സോണി എന്ന് പറയുന്ന ആളിനാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, അത് പക്ഷെ പിന്നീട് ക്യാൻസൽ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ട്രിബ്യൂട്ടറിയാണ് ഇബ്. അത് ഛത്തീസ്ഗഡിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ ഇത് ഒഡീഷയിൽ വെച്ചിട്ടാണ് അത് ഏതുമായിട്ട് കൂടിച്ചേരുന്നത്? മഹാനദിയോട്ട് കൂടിച്ചേരുന്നത്. അതുപോലെ മറ്റൊരു ട്രിബ്യൂട്ടറിയാണ് ടെല്ല്. ഇത് മാത്രമല്ല, പ്രധാനപ്പെട്ട 3 ട്രിബ്യൂട്ടറീസ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഷിയോനാഥ്, ഇബ്, ടെല്ല്. ഇത് പോയിട്ട് ഓങ് എന്ന് പറഞ്ഞൊരു ട്രിബ്യൂട്ടറി ഉണ്ട്, ജോങ് എന്ന് പറഞ്ഞൊരു ട്രിബ്യൂട്ടറി ഉണ്ട്. ഇങ്ങനെയെല്ലാം ഒരുപാട് ട്രിബ്യൂട്ടറീസ് നമ്മുടെ ഇതിനുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറിയാണ് ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ ഇബും ടെല്ലും ഷിയോനാഥും. വേറെയുണ്ട് ഇബ്, ടെല്ല്, അതുപോലെ തന്നെ ഓങ് ഉണ്ട്, അതുപോലെ ജോങ് ഉണ്ട്. ഇവയൊക്കെ മഹാനദിയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ്. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് 3 എണ്ണമാണ്: ഷിയോനാഥ്, ഇബ്, ടെല്ല്. ഓങ്, ജോങ് ഇതുകൂടെ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുമോ? ഓങ്, ജോങ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മഹാനദിയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മഹാനദിയുടെ തീരത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണ്? മഹാനദിയുടെ തീരത്തുള്ള പട്ടണങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്ന് കട്ടക്കാണ്. മഹാനദിയുടെ തീരത്തുള്ള ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് കട്ടക്ക് എന്ന് പറയുന്നത്. കട്ടക്കിൽ എന്താണുള്ളത്? ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഏതാണ്? ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഏതാണ് കട്ടക്കിലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്? കേന്ദ്ര നെല്ല് ഗവേഷണം. അതെ, കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം. അതായത് നമ്മുടെ തീരപ്രദേശം പഠിച്ച സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒന്നാണ് ഡെൽറ്റ ഫോർമേഷൻ. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മൾ ഈസ്റ്റേൺ തീരപ്രദേശത്താണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതിനുള്ള റീസൺ നമ്മൾ പറഞ്ഞു. അവിടെ ഹൈറ്റ് കൂടുതലാണെന്നുള്ള കാര്യവും മറ്റുമൊക്കെ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ വെസ്റ്റേൺ റിവേഴ്സും ഈസ്റ്റേൺ സൈഡിലെ റിവേഴ്സും നോക്കുമ്പോൾ, വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സും ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സും നോക്കുമ്പോൾ, ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എല്ലാം നദിയിലേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ്, നദികൾ അവയുടെ മൗത്ത് അതല്ലെങ്കിൽ കടലിലോട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഡെൽറ്റാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മഹാനദി നമ്മുടെ ബേ ഓഫ് ബംഗാളുമായിട്ട് കൂടിച്ചേരുന്ന ആ ഭാഗത്ത് ഒരുപാട് ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ ഡെൽറ്റ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് അത് എങ്ങോട്ടേക്ക് ഒഴുകി പോകുന്നത്? കടലിലോട്ട് ഒഴുകി പോകുന്നത്. അങ്ങനത്തെ ഉണ്ടാകുന്ന ആ ഡെൽറ്റയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട റീജിയൻ ആണ് നമ്മുടെ ഈ പറഞ്ഞ കട്ടക്ക് എന്ന് പറയുന്നത്. കട്ടക്ക് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കട്ടക്കോട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്. അതാണ് സാമ്പൽപൂർ. ക്ഷേത്രമല്ല, ഒരു പട്ടണമാണ് സാമ്പൽപൂർ എന്ന് പറഞ്ഞ സ്ഥലവും ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മഹാനദിയുടെ തീരത്താണ്. സാമ്പൽപൂരിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആർക്കെങ്കിലും പറയാമോ സാമ്പൽപൂരിന്റെ മറ്റൊരു പ്രത്യേകത? ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അവിടെ ആരെയാണ് അവർ ആരാധിക്കുന്നത്? അത് മാത്രം നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. സാമ്പൽപൂരിൽ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ആരെയാണ് അവർ ആരാധിക്കുന്നത്? ആരാണ് അവിടുത്തെ ദൈവം? അല്ലെങ്കിൽ
സിമ്പിളായിട്ട് വെച്ചാൽ ആരാണ് അവിടുത്തെ ദൈവം? മുഹമ്മദെ വെറുതെ ഒന്ന് എറിഞ്ഞതാണോ മുഹമ്മദെ? മുഹമ്മദ് റജീസ്. സാർ വെറുതെ എറിഞ്ഞതാണ്. ആ എനിക്ക് തോന്നി. അവരാരുമല്ല. പക്ഷെ ആരെങ്കിലും പറ. എലിസബത്ത് കുര്യൻ. എലിസബത്തെ. യെസ് സാർ. ആ ശിവയല്ല, അഖില, സൂര്യൻ. ഹനുമാൻ. ഇവരാരുമല്ല. ഹനുമാൻ. ഇവരാരുമില്ല. ആരെങ്കിലും ഉണ്ടാ? ഓക്കെ ഓക്കെ ഓക്കെ, നമ്മുടെ ഗാന്ധിജിയാണ്. ഗാന്ധിജി. ഓക്കെ, ഗാന്ധിയുടെ ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? സാമ്പൽപൂരിലെ ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഗാന്ധിജിയുടെ ക്ഷേത്രമാണ് സാമ്പൽപൂരിലെ ക്ഷേത്രം എന്ന് പറയുന്നത്. ഗാന്ധിജിയെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് സാമ്പൽപൂരിലെ ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ, 1974 വരുന്ന ഒരു ക്ഷേത്രമാണ് സാമ്പൽപൂരിലെ ക്ഷേത്രം. ഈ സാമ്പൽപൂരിലെ ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മഹാനദിയുടെ തീരത്താണ്. മുഹമ്മദ് റജീസെ ഓക്കെ ഇല്ലേ? ആ സാർ. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഇത് നമ്മളിത് കാര്യം മറക്കൂല. അപ്പം സാമ്പൽപൂരിലെ ക്ഷേത്രം പണ്ട് PSC ചോദിച്ചിട്ടുണ്ട്. സാമ്പൽപൂർ എന്ന് പറയുന്നത് ഗാന്ധിജിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് സാമ്പൽപൂർ എന്ന് പറയുന്നത്. സാമ്പൽപൂർ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മഹാനദിയുടെ തീരത്താണ്. അതുപോലെ പുരി ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ്. പുരി ജഗന്നാഥ ക്ഷേത്രം അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. എന്ത് പഗോഡ എന്നാണ് അറിയപ്പെടുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രം? വൈറ്റ് പഗോഡ. വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്ന പുരി ജഗന്നാഥ ക്ഷേത്രവും ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ മഹാനദിയുടെ തീരത്ത് വരുന്ന ഒഡീഷയിലെ ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്ന പുരി ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോർട്ട് പഠിച്ചു. അപ്പോൾ നമ്മുടെ ഒഡീഷയിലുള്ള ഒരു പോർട്ട് പറഞ്ഞു. ഒഡീഷയിലെ പോർട്ട് ഏതാണ്? ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? പാരാദ്വീപ് തുറമുഖം. നിങ്ങൾ ഈ ഒരു പടം കാണുമ്പോൾ മനസ്സിലാവും. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? മഹാനദിയുടെ മൗത്ത് വരുന്ന പോർഷനിലാണ്. മൗത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബേ ഓഫ് ബംഗാളിലോട്ട് ആ നദി ചെന്ന് പതിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ മൗത്ത് എന്ന് പറയുന്നത്. മഹാനദിയുടെ മൗത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖമാണ് ഏത് തുറമുഖം? പാരാദ്വീപ് തുറമുഖം എന്ന് പറയുന്നത്. പാരാദ്വീപ് തുറമുഖം. അപ്പം പാരാദ്വീപ് തുറമുഖം, ആ പാരാദ്വീപ് തുറമുഖത്തെ നമ്മൾ ഫാൾസ് പോയിന്റ് എന്ന് പറയും. ഫാൾസ് ഡിവി പോയിന്റ് അല്ല, ഫാൾസ് പോയിന്റ്. വെറും ഫാൾസ് പോയിന്റ് എന്നറിയപ്പെടുന്നത് ഈ മഹാനദിയുടെ മൗത്തിന് അറിയപ്പെടുന്ന പേരാണ് എന്ത് പേര്? ഫാൾസ് പോയിന്റ് എന്നറിയപ്പെടും. ഫാൾസ് പോയിന്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാൾസ് ഡിവി പോയിന്റ് പറഞ്ഞു. FALSC ഫാൾസ് പോയിന്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാൾസ് ഡിവി പോയിന്റ് പറഞ്ഞു, അതല്ല ഫാൾസ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇപ്പം പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഓരോന്നും എടുത്ത് പറഞ്ഞു. ഒന്ന് കട്ടക്ക്, അതുപോലെ സാമ്പൽപൂര്, അതുപോലെ പുരി ജഗന്നാഥ ക്ഷേത്രം, അതുപോലെ പാരാദ്വീപ് പോർട്ട്. അതുപോലെ ഒരു ടൈഗർ റിസർവ് ഉണ്ട് ഒഡീഷയിലുള്ള ഈ മഹാനദിയുടെ ഡെൽറ്റയിൽ വരുന്ന ഒരു ടൈഗർ റിസർവ് ഉണ്ട്. അതിന്റെ പേരെന്ന് പറയുന്നത് സദകോസിയ ടൈഗർ റിസർവ്. സ്പെല്ലിംഗ് പറഞ്ഞുതരാം. SAT സദകോഷിയ ടൈഗർ റിസർവ്. SAT KOSIA സദകോഷിയ ടൈഗർ റിസർവ് മഹാനദിയിലാണ്, ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അല്ല, ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സദകോസിയ ടൈഗർ റിസർവ് ഒഡീഷയിലെ മഹാനദിയുടെ തീരത്താണ് സദകോസിയ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, വേറെ ഒരു ക്ഷേത്രമുണ്ട്, ബൈദ്യനാഥ് എന്നൊക്കെ പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ഓക്കെ, അതൊന്നും നിങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല. ഇത് ഇത്രയൊന്നും ഓർത്തിരുന്നാൽ മതി. ബൈദ്യനാഥ് എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട് ഒഡീഷയിൽ. അതും മഹാനദിയുടെ തീരത്താണ്. ബൈദ്യനാഥ് എന്ന് പറയുന്നൊരു ക്ഷേത്രം അത് അധികം കണ്ടിട്ടില്ല ചോദ്യമൊന്നും. ബൈദ്യനാഥ് എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്, അതും മഹാനദിയുടെ തീരത്താണ്. അപ്പം മഹാനദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തുകൊള്ളുക. ഒന്നുകൂടെ ഞാൻ പറയാം. കട്ടക്ക്, പാരാദ്വീപ് തുറമുഖം, സാമ്പൽപൂർ, പുരി ജഗന്നാഥ ക്ഷേത്രം, മറ്റൊന്ന് സദകോഷിയ ടൈഗർ റിസർവ്, പിന്നെ ബൈദ്യനാഥ ക്ഷേത്രം. അതും സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? മഹാനദിയുടെ തീരത്താണ്. മഹാനദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമാണ് PSC ഇത് ചോദിച്ച് PSC തന്നെ മടുത്തൊരു ചോദ്യമാണ് ഹീരാക്കുഡ് അണക്കെട്ട്. ഹീരാക്കുഡ് ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മഹാനദിയിലാണ്. സംസ്ഥാനം ചോദിച്ചാൽ അത് ഒഡീഷയാണ്.
ഒഡീഷ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഹീരാക്കുഡ് ഡാം. ഹീരാക്കുഡ് ഡാം എന്ന് പറയുന്നത് മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഈ ഹീരാക്കുഡ് ഡാം എത്ര കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് അറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് നമ്മുടെ ഹീരാക്കുഡ് ഡാം. എത്ര കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് അറിയാമോ? 4.8 കിലോമീറ്റർ ആണ്. 4.8 കിലോമീറ്റർ ലെന്താണ് നമ്മുടെ ഹീരാക്കുഡ് ഡാം എന്ന് പറയുന്നത്. 4.8 കിലോമീറ്റർ ആണ് ഹീരാക്കുഡ് ഡാമിന്റെ നീളം എന്ന് പറയുന്നത്. നമ്മളൊരു രാവിലെയൊക്കെ നടന്നു തുടങ്ങി നമ്മൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും ഹീരാക്കുഡ് ഡാം. ഓക്കെ, 5 കിലോമീറ്റർ നീളമുള്ള ഒരു ഡാമാണ് നമ്മുടെ ഹീരാക്കുഡ് ഡാം എന്ന് പറയുന്നത്. 1900 മുഹമ്മദേ പറ മുഹമ്മദേ. സർദാർ സരോവർ ഏറ്റവും വലുതല്ലേ പറഞ്ഞത്? സർദാർ സരോവർ ഏറ്റവും വലുത്. ഇത് നീളമാണ്, ലെന്താണ്, ലെന്ത്. ഓക്കെ ഓക്കെ, നമുക്കിനി അത് ഡാംസ് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. കാരണം ഇത് മാത്രമല്ല, ഏറ്റവും വലുതാണ് നമ്മുടെ സർദാർ സരോവർ. അതുപോലെ ഹൈറ്റ് കൂടിയ വേറെ ഡാമുണ്ട്, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഹീരാക്കുഡ് ഡാം എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയ ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഏത് ഡാം? ഹീരാക്കുഡ് ഡാം. ജവഹർലാൽ നെഹ്റു 1957 ഹീരാക്കുഡ് ഡാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, ജവഹർലാൽ നെഹ്റു 1957 ഹീരാക്കുഡ് ഡാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഛത്തീസ്ഗഡിലും ഒഡീഷയിലാണ് കൂടെയാണ് മഹാനദി ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡിനും മഹാനദിക്കിടയിലും എന്തുണ്ട്? ഒരു തർക്കമുണ്ട്. ഈ വെള്ളത്തിന്റെ പേരിൽ, മഹാനദിയുടെ വാട്ടറിന്റെ പേരിൽ ഇവർ തമ്മിൽ ഒരു തർക്കമുള്ള ഒരു നദി കൂടെയാണ് ഏത് മഹാനദി എന്ന് പറയുന്നത്. അപ്പോൾ മഹാനദി വാട്ടർ ഡിസ്പ്യൂട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിലാണ്. അതുപോലെ ഇതിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഒലിവ് റിട്ലി നെസ്റ്റിംഗ് ഗ്രൗണ്ട്. അതായത് വേറൊന്നുമല്ല, നമ്മളെല്ലാം കേട്ടിട്ടുള്ള സാധനം. ഒലിവ് റിട്ലി എന്ന് പറയുന്ന ഒരു ആമയുടെ കാര്യം കേട്ടിട്ടുണ്ട്. ആ ആമയുടെ മുട്ടയിടുന്നത് നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ട് 2 സ്ഥലങ്ങളിലാണ്. ഒന്ന് ഗാഹിർമാത ബീച്ചിലും മറ്റൊന്ന് ദേവി റിവറിലാണ്. ഈ ദേവി റിവർ എന്ന് പറയുന്നത് നമ്മുടെ മഹാനദിയുടെ ഏറ്റവും ഈ ബേ ഓഫ് ബംഗാളിലോട്ട് പതിക്കുന്ന ആ ഒരു മൗത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാനദിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിയാണ് ദേവി റിവർ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ട്രിബ്യൂട്ടറിയാണ്, അതായത് പോഷക നദികളാണ്. എന്നാൽ ദേവി റിവർ എന്ന് പറയുന്നത് മഹാനദിയുടെ കൈവഴിയാണ്, അല്ലെങ്കിൽ മഹാനദിയുടെ ഡിസ്ട്രിബ്യൂട്ടറിയാണ്. അപ്പോൾ മഹാനദിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിയാണ് ദേവി റിവർ എന്ന് പറയുന്നത്. ആ ദേവി റിവർ സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ മൗത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആ മഹാനദിയുടെ മൗത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി റിവർ എന്തിനാണ് ഫേമസ് എന്ന് ചോദിച്ചാൽ അത് ഒലിവ് റിട്ലി ടർട്ടിൽസിന്റെ നെസ്റ്റിംഗ് ഗ്രൗണ്ടിന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ദേവി റിവർ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ബീച്ച് കൂടെയുണ്ട്, ഗാഹിർമാത ബീച്ചും ദേവി റിവറും. ഇവ രണ്ടും എന്തിനാണ് ഫേമസ് എന്ന് ചോദിച്ചാൽ ഒലിവ് റിട്ലി ആമകൾക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഒന്ന് ഓർത്തുകൊള്ളുക. ഓക്കെ, അപ്പോൾ ഒലിവ് റിട്ലി ആമകൾക്ക് ഫേമസ് ആയിട്ടുള്ള 2 സ്ഥലങ്ങളാണ്, ഒന്ന് ഗാഹിർമാത ബീച്ചും മറ്റൊന്ന് ദേവി റിവറും. ഓക്കെ, ദേവി റിവർ എന്ന് പറയുന്നത് മഹാനദിയുടെ ഒരു മഹാനദിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിയാണ്. അത് തിരുത്തിപ്പോകരുത്, ട്രിബ്യൂട്ടറി അല്ല, ഒരു കൈവഴിയാണ്. അതുപോലെ നമ്മുടെ 2020 ജൂണില് 500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം നമുക്ക് മഹാനദി റിവറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതായത് വേറൊന്നുമല്ല, 1933 ഒരു വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രം മഹാനദിയുടെ അടിയിലായി പോയി എന്നാണ് പറയുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഒഡീഷയിലാണ്. മഹാനദിയുടെ റിവറിന്റെ അടിയിൽ നമ്മൾ കണ്ടെത്തിയ ഒരു ക്ഷേത്രമാണ് 500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം. അത് 1933 ഒരു വെള്ളപ്പൊക്കത്തിൽ വെള്ളത്തിനടിയിലായിപ്പോയ ക്ഷേത്രം എന്നാണ് ഇപ്പം അതിന്റെ എക്സ്കവേഷനൊക്കെ നടത്തിയതിനു ശേഷം ഇവർ പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ഇതിൽ ആരാധനമൂർത്തിയായിട്ട് അവർക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് വിഷ്ണു ദേവന്റെ ഒരു അവതാരമായിട്ടുള്ള ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു രൂപത്തെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നൊക്കെയാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഏകദേശം 500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ നമുക്ക് ഈ മഹാനദിയുടെ റിവർ ബെഡിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അന്ന് പത്രമാധ്യമങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും, അതിന്റെ ഈ ഒരു ക്ഷേത്രത്തിന്റെ മുകൾ വശത്തിന്റെ ഒക്കെ വ്യൂ നമുക്ക് വെള്ളത്തിന് മുകളിലൂടെ കാണാൻ പറ്റുന്ന ഒരു രൂപമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഫോട്ടോസിലൊക്കെ ഉണ്ടായിരുന്നു, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം 500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇതെന്ന് പറയുന്നത്. മഹാനദി റിവർ ഒഡീഷയിൽ നിന്നാണ് അത് കണ്ടെത്തിയത്. അത് 1933 വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായിട്ട് മഹാനദിയുടെ അടിയിലായി പോയി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇത്രയാണ് മഹാനദിയോട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. ഓക്കെ, മഹാനദി ഒന്നുകൂടെ ഞാൻ പറയാം.
മഹാനദി എന്ന് പറയുന്നത് സിഹാബ കുന്നുകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. റായ്പൂർ ഡിസ്ട്രിക്ട് ഛത്തീസ്ഗഡ്. എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ റായ്പൂർ ഡിസ്ട്രിക്ട് ഛത്തീസ്ഗഡ്. മൈക്കല മലനിരകളുടെ ഈസ്റ്റിൽ നിന്നാണ് ഒഴുകുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു, അതൊന്ന് ഓർത്തുകൊള്ളുക. പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. സംസ്ഥാനം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗറും ഒഡീഷയുമാണ്. സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗറും ഒഡീഷയാണ്. പിന്നെ ഒഡീഷയായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു. ഒഡീഷയിലെ ഏറ്റവും വലിയ നദിയാണ് ഏത് നദി? മഹാനദി എന്ന് പറയുന്നത്. അതുപോലെ സോർ ഓഫ് ഒഡീഷ എന്നറിയപ്പെടുന്നതും മഹാനദിയാണ്. അതുപോലെ ടോളമിയുടെ വർക്കില് മാനഡ എന്ന് പറയുന്നതും ഏതാണ്? മഹാനദിയാണ്. നീളം എന്ന് പറയുന്നത് 857 കിലോമീറ്റർ അല്ലെങ്കിൽ 858 കിലോമീറ്റർ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ മഹാനദിയോട്ട് ബന്ധപ്പെട്ട് മഹാനദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ് നമ്മൾ പറഞ്ഞത്. പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറിയാണ് ഷിയോനാഥ് എന്ന് പറയുന്നത്. മഹാനദിയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറിയാണ് ഷിയോനാഥ് എന്ന് പറയുന്നത്. ഛത്തീസ്ഗറിൽ നിന്ന് ഉത്ഭവിച്ച് ഛത്തീസ്ഗറിൽ വെച്ച് തന്നെ മഹാനദിയുമായിട്ട് കൂടിച്ചേരുന്ന ഒരു പോഷക നദിയാണ് ഷിയോനാഥ് എന്ന് പറയുന്നത്. ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ് എന്ന് പറഞ്ഞു. 20 വർഷത്തേക്കാണ് അന്ന് നമ്മൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വകാര്യവൽക്കരിക്കപ്പെടുന്നത്. ഇതിന്റെ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് റേഡിയസ് വാട്ടർ ലിമിറ്റഡ് കമ്പനിയാണ്. കൈലാസ് സോണി എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഇത് കൈമാറുന്നത്. ജനങ്ങളുടെ പ്രതിഷേധത്തിൽ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി ആയിട്ട് നമ്മൾ പറഞ്ഞത് ഒന്ന് ഇബ് ആണ്. ഇബ് ഛത്തീസ്ഗറിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ ഇത് ഒഡീഷയിലൂടെ എവിടെ ചേരുന്നു? ഒഡീഷയിൽ വെച്ച് മഹാനദിയോട്ട് കൂടിച്ചേരുന്ന ഒരു ട്രിബ്യൂട്ടറിയാണ് ഇബ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ടെല്ലാണ്. ടെല്ലെന്ന് പറയുന്നത് നമ്മുടെ ഒഡീഷയിൽ തന്നെ ഉത്ഭവിച്ച് ഒഡീഷയിൽ വെച്ച് തന്നെ മഹാനദിയിലോട്ട് ചേരുന്ന ഒരു നദിയാണ് ടെല്ലെന്ന് പറയുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് നമ്മൾ പറഞ്ഞത് ഓങ്, ജോങ് ഇവയൊക്കെയാണ് ഇതിലെ മറ്റ് പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആയിട്ട് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് മഹാനദിയുടെ തീരത്തുള്ള പട്ടണങ്ങളാണ്. മഹാനദിയുടെ തീരത്തുള്ള പട്ടണങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത് കട്ടക്ക് റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതുപോലെ സാമ്പൽപൂരിൽ ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യം ഗാന്ധിജിയുടെ ഒരു ക്ഷേത്രമുള്ള കാര്യം പറഞ്ഞു, ഒഡീഷയിലാണെന്ന് പറഞ്ഞു. അതുപോലെ പുരി ജഗന്നാഥ ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാലും അത് നമ്മുടെ ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാരാദ്വീപ് പോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഈ ഒരു മഹാനദിയുടെ മൗത്തിലാണ് പാരാദ്വീപ് പോർട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ സതകോഷിയ ടൈഗർ റിസർവ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും മഹാനദിയുടെ തീരത്താണ്, ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ബൈദ്യനാഥ ക്ഷേത്രം അത് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? നമ്മുടെ മഹാനദിയുടെ തീരത്താണ്. പ്രധാനമായിട്ടും ഇവിടെയുള്ള ഡാം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹീരാക്കുഡ് ഡാമാണ്. 4.8 കിലോമീറ്റർ ആണ് നീളമെന്ന് പറയുന്നത്. ഇന്ത്യയിലെ നീളം കൂടിയ ഡാമാണ് ഏതെന്ന് പറയുന്നത്? ഹീരാക്കുഡ് ഡാം. ഇനാഗുറേറ്റ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് 1957. പിന്നെ നമ്മൾ പറഞ്ഞത് മഹാനദിയുടെ വാട്ടർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ഒഡീഷയും ഛത്തീസ്ഗറും തമ്മിലാണ് അതിന്റെ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. ഒലിവ് റിഡ്ലി ടർട്ടിൽ നെസ്റ്റിംഗ് ഗ്രൗണ്ടിന് ഫേമസ് ആയിട്ടുള്ള 2 സ്ഥലങ്ങളാണ്. ഒന്ന് നമ്മുടെ ഗാഹിർമാത ബീച്ചും അതുപോലെ മഹാനദിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറി, ഒരു കൈവഴിയായിട്ടുള്ള നമ്മുടെ ദേവി റിവർ എന്ന് പറയുന്നത്. പിന്നെ കറണ്ട് അഫെയർ ആയിട്ടൊന്ന് ഓർത്തിരിക്കേണ്ട പോയിന്റ്, 2020 ജൂണിലാണ് 500 വർഷം പഴക്കമുള്ള ടെമ്പിളിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് മഹാനദിയുടെ തീരത്ത് നിന്ന് ലഭിക്കുന്നത്. 1933 വെള്ളപ്പൊക്കം വഴി മഹാനദിക്ക് അടിയിലായി പോയ ഒരു ക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞു. അവിടുത്തെ ഗോപിനാഥ് എന്ന് പറയുന്ന വിഷ്ണുവിന്റെ ഒരു അവതാരത്തെയാണ് അവിടെ പ്രധാനമായിട്ട് അവർ ആരാധന മൂർത്തിയായിട്ട് വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മഹാനദിയോട്ട് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ഇതിൽ സംശയമൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ എല്ലാരും? എക്സ്ക്യൂസ് മീ സർ, മഹാത്മാഗാന്ധിജിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം പറഞ്ഞില്ല, അത് സാമ്പൽപുറാണോ താഴാണോ? സാമ്പൽപൂർ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, നമുക്ക് ഇനി ഇതിനകത്ത് പഠിക്കാനുള്ളത് ഗോദാവരിയാണ്. ഗോദാവരി നമുക്ക് ഇപ്പൊ എന്തായാലും നോക്കിയാൽ തീരൂല, നമുക്കത് നാളെ നോക്കാം. നമുക്ക് ജസ്റ്റ് വേറൊരു ചെറിയ ടോപ്പിക് കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, വേറൊന്നുമല്ല, നമ്മൾ ഫിസിയോഗ്രഫി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കാത്ത ഒരു ചെറിയ ടോപ്പിക് അതിനകത്തുണ്ട്. നമ്മളത് പിന്നീട് സമയം കിട്ടുന്ന അനുസരിച്ച് ചെറിയ ടോപ്പിക് ആയതുകൊണ്ട് പിന്നീട് നോക്കാമെന്ന് വെച്ച് മാറ്റി വെച്ചതാണ്. ദ്വീപുകൾ. ഓക്കെ, ദ്വീപുകളിൽ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അതിൽ ചെറിയ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നാൽ മതി. ആദ്യം ഞാൻ പറയാൻ പോകുന്ന ലക്ഷദ്വീപ് ദ്വീപിനെ പറ്റിയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് പറയാനുള്ള ഉത്തരങ്ങളേ ഉള്ളൂ. ഞാൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? അറബിക്കടലിലാണ്. നമ്മുടെ
കൊച്ചിയിൽ നിന്ന് അറബിക്കടൽ വഴി ലക്ഷദ്വീപിൽ എത്താൻ 300 കിലോമീറ്റർ ആണ് നീളം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. കൊച്ചിയിൽ നിന്ന് അറബിക്കടൽ വഴി ലക്ഷദ്വീപിൽ എത്താൻ വേണ്ടിയിട്ട് 300 കിലോമീറ്റർ ആണ് നീളമെന്ന് പറയുന്നത്. ലക്ഷദ്വീപിൽ 36 ദ്വീപുകളാണുള്ളത്. ഈ 36 ദ്വീപുകളിൽ 11 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. 36 ദ്വീപുകളിൽ 11 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. പ്രധാനപ്പെട്ട ദ്വീപുകൾ എന്ന് പറയുന്നത് ബംഗാരം, മിനിക്കോയി, കവരത്തി, അഗത്തി, ആന്ത്രോത്ത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ദ്വീപുകളുണ്ട്. ഇവയൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ദ്വീപുകൾ എന്ന് പറയുന്നത്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? നിങ്ങൾക്കറിയാം ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ്. കവരത്തി. അതുപോലെ ഉഷ്ണമേഖല പറുദീസ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ലക്ഷദ്വീപ് ദ്വീപുകൾ. ലക്ഷദ്വീപ് ഐലൻഡ്സ് അറിയപ്പെടുന്നത് ഉഷ്ണമേഖല പറുദീസ അല്ലെങ്കിൽ ഇന്ത്യയുടെ പവിഴ ദ്വീപ് എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. ഇന്ത്യയുടെ പവിഴ ദ്വീപ് എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. ഇന്ത്യയുടെ പവിഴ ദ്വീപ് എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം കൂടെയാണ് ഏത്? ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം കൂടെയാണ് നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഈ ലക്ഷദ്വീപ് ഐലൻഡ്സ് എന്തിനാണ് ഫേമസ് എന്ന് ചോദിച്ചാൽ ലഗൂൺസിനും അതുപോലെ തന്നെ പവിഴ പുറ്റുകൾക്കും മണൽ തീരങ്ങൾക്കും എല്ലാം ഫേമസ് ആയിട്ടുള്ള ഒരു ദ്വീപാണ് നമ്മുടെ ലക്ഷദ്വീപ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. ലക്ഷദ്വീപ് ഐലൻഡ്സ് എന്ന് പറയുന്നത് ഒരു കൂട്ടം കൊച്ചു ദ്വീപുകളാണ്. ഇതിലാകെ 11 ദ്വീപുകളിലെ ജനവാസം ഉള്ളൂ. ബാക്കി 36 ദ്വീപുകളും അവിടെ ഉണ്ട്. പക്ഷേ അതായത് പല ദ്വീപുകളും ഇപ്പോഴും വെള്ളത്തിനടിയിൽ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പഠനങ്ങൾ പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം കൂടെയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ലക്ഷദ്വീപ് ഐലൻഡ് എന്ന് പറയുന്നത്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത് ദ്വീപ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത് ദ്വീപ് എന്ന് പറയുന്നത്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് എന്ന് പറയുന്നത് ബിത്രയാണ്. ബിത്ര. ജനസംഖ്യ കുറവും ഏതാണ്? ബിത്രയിലാണ്. ജനസംഖ്യ കുറവും ബിത്രയിലാണ്. ഓക്കെ, കേരളത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ, കേരളത്തിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ ആന്ത്രോത്താണ്. ആന്ത്രോത്ത്. അതായത് ആന്ത്രോത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ആന്ത്രോത്ത് സ്ഥിതി ചെയ്യുന്നത്. അതായത് കേരളത്തിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ഏതെന്ന് പറയുന്നത് ആന്ത്രോത്ത് ദ്വീപ് എന്ന് പറയുന്നത്. ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ദ്വീപ് എന്ന് പറയുന്നത്. ഓക്കെ, ലക്ഷദ്വീപ് ദ്വീപ് സമൂഹങ്ങളിലെ ഏറ്റവും തെക്കായിട്ട് അതിന്റെ ഏറ്റവും സൗത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മിനിക്കോയി എന്ന് പറയുന്നത്. ലക്ഷദ്വീപിന്റെ ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഏതെന്ന് പറയുന്നത് മിനിക്കോയി എന്ന് പറയുന്നത്. മിനിക്കോയി. ഈ മിനിക്കോയി ദ്വീപ് മറ്റ് ലക്ഷദ്വീപിലെ ഐലൻഡ്സുമായിട്ടെല്ലാം മാറ്റി നിർത്തുന്ന ഒരു ലൈനുണ്ട്, ഒരു ചാനലുണ്ട്. അതിന് പറയുന്ന പേരാണ് 8 ഡിഗ്രി ചാനൽ. 8 ഡിഗ്രി ചാനൽ. ഓക്കെ, മിനിക്കോയിയെ മറ്റ് ദ്വീപ് സമൂഹങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ 8 ഡിഗ്രി ചാനലാണ്. 8 ഡിഗ്രി ചാനൽ. ഓക്കെ, ഇനി ലക്ഷദ്വീപ് ഐലൻഡ്സിലെ പ്രധാനപ്പെട്ട അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനവും വിനോദസഞ്ചാരവുമാണ്. മത്സ്യബന്ധനവും വിനോദസഞ്ചാരവുമാണ് നമ്മുടെ ലക്ഷദ്വീപിൽ ജീവിക്കുന്ന ആൾക്കാരുടെ പ്രധാനപ്പെട്ട അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സ് ഒന്ന് ഏറ്റവും നോർത്തിൽ വരുന്നത്, നോർത്തിൽ 2-3 ഇതുണ്ട്, ഐലൻഡ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തെടുത്ത്. ബിത്രയും ചെഹത്തും എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ പ്രധാനപ്പെട്ടായിട്ട് വരുന്നത്. നോർത്തിലെ ഏറ്റവും മാറിയായിട്ടാണ് മിനിക്കോയി കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മിനിക്കോയി ഇങ്ങനെ എടുത്തു പറയാൻ കാരണം. ഓക്കെ, മിനിക്കോയിയും മറ്റ് ദ്വീപുകളുമായിട്ട് വേർതിരിക്കുന്നത് 8 ഡിഗ്രി ചാനലാണ്. എന്നാൽ ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ചാനൽ ഏതാണ്? 10 ഡിഗ്രി ചാനൽ. ഏതാണ്? 10 ഡിഗ്രി ചാനലാണോ? 8 ഡിഗ്രി അല്ലേ സാർ? അത് 8 ഡിഗ്രി ചാനലാണ്. 8 ഡിഗ്രി ചാനൽ 8 ഡിഗ്രി ചാനലാണ്. 8 ഡിഗ്രി ചാനൽ. ഓക്കെ, ആ മിനിക്കോയിയുടേത് എനിക്ക് മാറിപ്പോയതാണ്. മിനിക്കോയിയുടേത് 9 ഡിഗ്രിയാണ്. 9 ഡിഗ്രി ചാനലാണ് മിനിക്കോയിയെ മറ്റ് സംസ്ഥാനങ്ങളോട്ട് വേർതിരിക്കുന്നത്. ഓക്കെ, മറ്റ് ദ്വീപുകളായിട്ട് വേർതിരിക്കുന്നത് 9 ഡിഗ്രി ചാനലാണ്. 9 ഡിഗ്രി ചാനൽ നമ്മുടെ ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നത് 8 ഡിഗ്രി ചാനലാണ്. 8 ഡിഗ്രി ചാനൽ. 10 ഡിഗ്രി ചാനൽ ഇവിടെ അല്ല വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. കൊച്ചിയിൽ നിന്ന് അറബിക്കടൽ വഴി നമ്മുടെ ലക്ഷദ്വീപിൽ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 300 കിലോമീറ്റർ ആണ് നീളമെന്ന് പറയുന്നത്. എത്ര ദ്വീപുകളുണ്ടെന്ന് ചോദിച്ചാൽ 36 ദ്വീപുകളുണ്ട്. ജനവാസമുള്ള ദ്വീപുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ 11 ദ്വീപുകളാണ്. ഞാൻ എന്നൊരു കാര്യം ചോദിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ്,
നമ്മുടെ ഇന്ത്യയിൽ മൊത്തം എത്ര ദ്വീപുകളുണ്ട്? ഇന്ത്യയിൽ മുഴുവൻ എത്ര ദ്വീപുകളുണ്ട്? ഇന്ത്യയിൽ എത്ര ദ്വീപുകളുണ്ട് മുഴുവൻ? ഇന്ത്യയിൽ മുഴുവൻ എത്ര ദ്വീപുകളുണ്ട്? ആരും ഇല്ലേ? ഓർമ്മയില്ല. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ആർക്കും ഓർമ്മയില്ല ഇന്ത്യയിൽ മൊത്തം എത്ര ദ്വീപുകളുണ്ടെന്ന്? വിചിത്ര 1208 ദ്വീപുകളാണ് ഇന്ത്യയിൽ മുഴുവൻ എത്ര ദ്വീപുകളുണ്ടെന്ന് ചോദിച്ചാൽ 1208 ദ്വീപുകളുണ്ട്. 1208 ദ്വീപുകളാണ് ഇന്ത്യയിലുള്ളത്. 1208 ദ്വീപുകളാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, 1208 ദ്വീപുകളാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് തലസ്ഥാനം ചോദിച്ചാൽ കവരത്തിയാണെന്ന് പറഞ്ഞു. അതുപോലെ ലഗൂണുകളും പവിഴപ്പുറ്റുകളും അതുപോലെ തന്നെ മണൽ തീരങ്ങളും ചുറ്റപ്പെട്ടതാണ് നമ്മുടെ ലക്ഷദ്വീപ് ദ്വീപ് സമൂഹം എന്ന് ഞാൻ പറഞ്ഞു. ഉഷ്ണമേഖല പറുദീസ അല്ലെങ്കിൽ ഇന്ത്യയുടെ പവിഴപ്പുറ്റ് പവിഴദ്വീപ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ലക്ഷദ്വീപ് ഐലൻഡ് ആണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ ആന്ത്രോത്താണ്. ആന്ത്രോത്ത്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആന്ത്രോത്താണ്. ആന്ത്രോത്ത്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, കേരളത്തിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആന്ത്രോത്താണ്. കേരളത്തിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആന്ത്രോത്താണ്. ആന്ത്രോത്ത്. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ ജനവാസമുള്ളത് കവരത്തിയിലൊക്കെയാണ്. കവരത്തിയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജനവാസമൊക്കെ ഉള്ളത്. ഓക്കെ, അതുപോലെ ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ ബിത്രയാണ്. ബിത്രയിലാണ് ഏറ്റവും കുറച്ച് ആൾക്കാരുള്ളത്. ബിത്രയിലാണ് ഏറ്റവും കുറച്ച് ആൾക്കാരുള്ളത്. ഓക്കെ, ബിത്രയിലാണ് ഏറ്റവും കുറച്ച് ആൾക്കാരുള്ളത്. ഓക്കെ, ബിത്രയിലാണ് ഏറ്റവും കുറച്ച് ആൾക്കാരുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി ഓർക്കേണ്ട പോയിന്റ് ലക്ഷദ്വീപിനെയും മിനിക്കോയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപിനെയും മിനിക്കോയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപിനെയും മിനിക്കോയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ 9 ഡിഗ്രി ചാനലാണ്. എന്നാൽ ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ ചോദിച്ചാൽ അത് 8 ഡിഗ്രി ചാനലാണ്. 8 ഡിഗ്രി ചാനൽ. ലക്ഷദ്വീപിലെ ജനസംഖ്യ കൂടിയ ദ്വീപ് കവരത്തി. ലക്ഷദ്വീപിലെ ജനസംഖ്യ കുറഞ്ഞ ദ്വീപ് ബിത്രയാണ്. ബിത്ര. ഓക്കെ, ലക്ഷദ്വീപിലെ ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ചോദിച്ചാൽ മിനിക്കോയാണ്. മിനിക്കോയി. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ചോദിച്ചാൽ ബിത്രയാണ്. ഏറ്റവും വലിയ ദ്വീപ് ചോദിച്ചാൽ ആന്ത്രോത്താണ്. ആന്ത്രോത്ത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിനടുത്താണ്. പിന്നെ 8 ഡിഗ്രി ചാനലും 9 ഡിഗ്രി ചാനലും പറഞ്ഞു. വരുമാന മാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനവും വിനോദസഞ്ചാരവുമാണ്. 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ആൻഡമാൻ ദ്വീപിനെയും അതുപോലെ നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് 10 ഡിഗ്രി ചാനൽ. അത് നമുക്ക് ആൻഡമാൻ നിക്കോബാർ പഠിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെച്ചിരിക്കുക.